ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ 13-ാം ദിവസം പകൽക്കാലവും ബലത്തോടെ ദൈവസ്ഥലായിരിക്കാൻ ദൈവം നമുക്ക് കൃപ നൽകിയല്ലോ. മാത്രവുമല്ല, ഈ പകൽക്കാലവും കർത്താവ് നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്തിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. അവന്റെ കൃപ നമ്മുടെ മേൽ പകർന്നിരിക്കുകയാണ്. അവന്റെ സൗഖ്യം നമ്മുടെ മേൽ അയച്ചിരിക്കുകയാണ്. അവന്റെ കരം നമ്മെ തൊട്ടിരിക്കുകയാണ്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ ആത്മാവിൽ കാണുന്നു ദൈവത്തിന്റെ വലിയ സാന്നിധ്യം ഇതിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുകയാണ്. സ്തോത്രം. ഇനിയും ദൈവത്തിന് വലിയവ ചെയ്യുവാനുണ്ട്. നാം പ്രാർത്ഥനയോടെ ഏൽപ്പിച്ചു കൊടുക്കുമോ, ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയവ ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കപ്പെടാം. ആമേൻ. കഴിഞ്ഞ ദിനങ്ങളിലൊക്കെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയമായി ഇടപെട്ടുകൊണ്ടിരുന്നല്ലോ. ആവശ്യമായ സ്വർഗീയമായ ആലോചനയാൽ നമ്മെ നിറച്ചുകൊണ്ടിരുന്നല്ലോ. അതിനേക്കാൾ ഉപരിയായി ആരാധിപ്പാൻ ദൈവം നമുക്ക് കൃപയും നൽകിക്കൊണ്ടിരുന്നല്ലോ. ഇന്ന് പകൽക്കാലം പിന്നെയും നമുക്ക് പ്രാർത്ഥനയോടെ പാദാന്തികെ നമുക്ക് ആയിരിക്കപ്പെടാം. സ്തോത്രം. വേദിയിലായിരിക്കുന്ന കർത്താവിൻ്റെ വിലപ്പെട്ട അഭിഷിക്തന്മാർ, സദസ്സിലായിരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തന്മാർ, ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യേ ദൈവവചനം ശുശ്രൂഷയ്ക്കായിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന കർത്താവിൻ്റെ വിരീരദാസൻ പാസ്റ്റർ ബിനു ജോർജ്, ആഗതരായിരിക്കുന്ന എല്ലാ സഹോദരീ സഹോദരന്മാർക്കും യേശു ക്രിസ്തുവിൻ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുന്നു. ഈ പകൽവേളയിലും വളരെ പ്രാർത്ഥനയോടെ നാം ആയിരിക്കുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? പ്രൈസ് അല്ല. മുൻവിധികളെല്ലാം നമുക്ക് മാറ്റിവെക്കാം. നമ്മുടെ എല്ലാ മുൻവിധിയും മാറ്റിവെക്കാം. ആമേൻ. കർത്താവ് നമ്മോട് ഒറ്റ കാര്യമേ ചോദിക്കുന്നുള്ളൂ. നാം പൂർണ്ണമായിട്ട് വിശ്വസിപ്പാൻ തയ്യാറാണെങ്കിൽ കർത്താവ് അത്ഭുതം ചെയ്യുവാൻ ശക്തനാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നാം തെറ്റുകൾ കണ്ടുപിടിക്കുവാൻ വേണ്ടി ഇരിക്കുകയല്ല. നമ്മളെല്ലാം മുൻവിധിയും മാറ്റിവെച്ചിട്ട് കർത്താവ് എന്തു പറയുന്നുവോ അത് പൂർണ്ണമായി വിശ്വസിക്കുവാൻ തയ്യാറായിക്കൊണ്ട് ദൈവപാദാന്തികെ താഴ്മയോടെ നമുക്കായിരിക്കാം. കർത്താവ് നമുക്ക് വേണ്ടി വലിയവ ചെയ്യും. സ്തോത്രം. നമുക്ക് പ്രാർത്ഥനയോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം കർത്താവിൻ്റെ വിലീരദാസൻ പാസ്റ്റർ ബിനു ജോർജ്, ആമേൻ. ഞാൻ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല, എല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു കർത്തൃദാസനാണ്. സ്തോത്രം. ഇന്ന് പകൽക്കാലം നമ്മുടെ മധ്യ ശുശ്രൂഷയ്ക്കായിട്ട് കർത്താവ് അയച്ചിരിക്കുന്നത്. സ്തോത്രം. ആമേൻ. ഈ പകൽവേളയിലും കർത്താവിൻ്റെ വിലീരദാസനെ ദൈവം നമ്മുടെ മധ്യേ ശക്തമായിട്ട് ഉപയോഗിപ്പാൻ നമുക്കെല്ലാവർക്കും വളരെ പ്രാർത്ഥനയോടെ വളരെയധികം ദൈവസ്ഥല സമർപ്പണത്തോടെ ആയിരിക്കാം. തുടർന്നുള്ള സമയം ശുശ്രൂഷകൾക്കായിട്ട് കർത്തൃദാസനെ ക്ഷണിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. Praise the Lord. Praise the Lord. Praise the Lord. കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമുള്ള നാമം ഈ പകൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന ശ്രേഷ്ഠന്മാരായ കർത്താവിൻ്റെ ദാസന്മാർ, PMG സഭയുടെ വിവിധ സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ മഹത്വമുള്ള മുന്തിരിത്തോട്ടത്തിൽ അധ്വാനിക്കുന്ന വിലപ്പെട്ട കർത്താവിൻ്റെ ദാസന്മാർ, മാതാപിതാക്കൾ, സഹോദരി സഹോദരന്മാർ, കുഞ്ഞുങ്ങൾ, എല്ലാവർക്കും യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ പ്രാരംഭമായിട്ടുള്ള വന്ദനങ്ങളെ ഞാൻ അറിയിച്ചു കൊള്ളുന്നു. ക്രിസ്തുവിൻ ഞാൻ വളരെ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ ദാസനാണ് പ്രിയ ബിജു പാസ്റ്റർ. നീണ്ട വർഷങ്ങളായിട്ടുള്ള ആത്മീയ ബന്ധം കർത്തൃദാസനുമായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ശുശ്രൂഷിക്കുന്ന ബഹുമാനി കർത്താവിൻ്റെ ദാസന്മാർ, ജോമോൻ പാസ്റ്റർ, തൻ്റെ കുടുംബം, ആമൻ. സ്തോത്രം. പ്രിയ കർത്താവിൻ്റെ ദാസൻ പ്രവീൺ, എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാവിലെ സമയം നമുക്ക് ദൈവസ്ഥലായിത്തീരാം. ഈ PMG സഭയുള്ള ബന്ധത്തിൽ ഏതാണ്ട് 98 മുതൽ ഈ പാളയം സഭയുള്ള ബന്ധത്തിൽ ഞാൻ ശുശ്രൂഷയ്ക്ക് കടന്നു വരുന്നുണ്ട്. സ്തോത്രം. ഈ പകൽക്കാലവും എന്നെ ആമേൻ കർത്താവ് ഇവിടെ കൊണ്ടുവന്നതിനായിട്ട് സകല മഹത്വവും ബഹുമാനവും കർത്താവിന് ഞാൻ അർപ്പിക്കുകയാണ്. ഇത് ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ പകൽക്കാലമാണല്ലോ. എത്ര പേർക്ക് സന്തോഷമുണ്ടെന്ന് പകൽ? പ്രാർത്ഥനയ്ക്ക് ഭയങ്കര വിടുതലാണ്. പ്രത്യേകിച്ച് ഉപവസിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയ്ക്ക് അതിനേക്കാൾ ഭയങ്കര ശക്തിയാണ്. എത്ര പേർക്ക് സ്വന്തം ചെയ്യാൻ പറ്റും? പ്രാർത്ഥനയ്ക്ക് രേഖകളെ തിരുത്തി കുറിക്കാൻ കഴിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥനയ്ക്ക് സിംഹത്തിൻ്റെ വായ അടയ്ക്കാൻ കഴിയും. ഇന്ന് പകൽക്കാലം ദൈവസന്നിധി കടന്നു വന്നിരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നിന്റെ ഏത് വലിയ വിഷയമാണെങ്കിലും ഇന്ന് പകൽ ഈ സഭാഹോളിനകത്ത് പ്രാർത്ഥന ഉയരുമ്പോൾ തമ്പുരാൻ ചെയ്യേണ്ടുന്നതെല്ലാം അതത് സ്ഥാനത്ത് ഇന്ന് പകൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഉപവാസ പ്രാർത്ഥന നഷ്ടമല്ല, അതൊരു വിടുതലാണ്. വിശ്വസിക്കുന്ന ദൈവവൈതലിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക.
വ്യക്തിപരമായ ഒത്തിരി വിഷയങ്ങൾ ഈ ദിവസങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് എനിക്കറിയാം. എന്നാൽ പ്രാരംഭമായി ഞാൻ ഓർപ്പിക്കട്ടെ, 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി ഈ ഉപവാസ പ്രാർത്ഥനയിൽ ദൈവമക്കൾ മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കണം. 5 പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്ത് പ്രാർത്ഥിക്കണം. പ്രാരംഭമായിട്ട് അത് ഓർപ്പിച്ചിട്ട് കർത്താവ് തന്ന ദൂതിലേക്ക് ഞാൻ പോകാൻ താല്പര്യപ്പെടുകയാണ്. ഒന്നാമതായിട്ട് നമുക്ക് നോക്കാം. റോമാലേഖനം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ട്. റോമാലേഖനം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. സഹോദരന്മാരെ, അവർ രക്ഷിക്കപ്പെടണം എന്ന് തന്നെ എൻ്റെ ഹൃദയവാഞ്ചയും. അപ്പോൾ ഒന്നാമതായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയം, ജനം രക്ഷിക്കപ്പെടാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ജനം രക്ഷിക്കപ്പെടാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നമ്മുടെ അസ്ഥിയും നാസ്തിയും മാംസത്തിന് മാംസമായ പ്രിയപ്പെട്ടവർ ഈ പട്ടണത്തിലുണ്ട്, ചുറ്റുപാടുകളിലുണ്ട്. ഉപവാസ പ്രാർത്ഥനയുടെ കാതലാകുന്ന വിഷയം, ജനം രക്ഷിക്കപ്പെടണം. സ്തോത്രം, സ്തോത്രം. ജോൺ നോക്സ് എന്ന് പറയുന്ന അഭിഷക്തൻ പ്രാർത്ഥന മുറിയിലേക്ക് കയറി ഇംഗ്ലണ്ടിന് വേണ്ടി അദ്ദേഹം പ്രാർത്ഥിക്കുക. ഭക്തന്റെ വാചകം ഇതാ: കർത്താവേ, ഇംഗ്ലണ്ടിനെ നീ ഉണർത്തണം, അല്ലെങ്കിൽ എനിക്ക് മരിക്കണമെന്ന്. സ്തോത്രം. ഈ ദിവസം ആത്മഭാരത്തോടുകൂടെ ജനത്തിന്റെ വിടുതലിന് വേണ്ടി ദൈവമക്കൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയം, സ്തോത്രം, ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ പെട്ടെന്ന് വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 2-3 വാക്യങ്ങൾ. സുവിശേഷ വേലയ്ക്ക് കർത്താവിന്റെ ദാസന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കാൻ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. അന്ന് നമ്മുടെ സഭയിൽ കർത്താവിന്റെ വേലക്കാരെ എഴുന്നേൽക്കണം. നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ കുഞ്ഞുങ്ങളിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ജനം വേർതിരിക്കപ്പെടണം. ശക്തമായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. കൊയ്ത്ത് വളരെയുണ്ട്, സത്യം. വേലക്കാർ ചുരുക്കമാണ്. ഒരുപക്ഷെ നിങ്ങൾ പറയും, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ 2 പേര് ഒന്നുകിൽ ഡോക്ടറായിരിക്കാം, അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കുന്നതായിരിക്കാം. അവരെങ്ങനെ ഇനി കർത്താവിൻ്റെ വേലയ്ക്ക് പോകുന്നത്? സ്തോത്രം. അവർ പഠിച്ചോട്ടെ, ജോലി ചെയ്യട്ടെ. ദൈവമക്കൾ പ്രാർത്ഥിക്കണം, കർത്താവേ, അവരായിരിക്കുന്ന സ്ഥാനത്ത് ദൈവത്തിൻ്റെ തീപ്പന്തങ്ങളായിട്ട് ദൈവം അവരെ ഉപയോഗിക്കണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ പറ്റും? ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. നമ്മുടെ കുഞ്ഞുങ്ങൾ സുവിശേഷ വേലയിൽ ശക്തരായി തീരുവാൻ പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയം, 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിച്ചാട്ട്. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം. 2 തെസ്സലോനിക്ക ലേഖനം 3-ാം അധ്യായം 2-ാം വാക്യം. വല്ലാത്തവരും ദുഷ്ടന്മാരുമായ മനുഷ്യരുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ വിടുവിക്കപ്പെടുവാനും. സ്തോത്രം. പൗലോസ് പറയുകയാണ്, ദൈവമക്കൾ മൂന്നാമതായിട്ട് പ്രാർത്ഥിക്കേണ്ടുന്നത്, കർത്താവിൻ്റെ വേലക്കാർ ദൈവമക്കൾ, സ്തോത്രം, സ്തോത്രം, വളരെ പീഡനം അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വന്നെത്തിയിരിക്കുന്നത്. എത്രയോ മത തീവ്രവാദ സംഘടനകൾ, എത്രയോ പ്രിയപ്പെട്ടവർ രക്തസാക്ഷികളായിട്ട് മരിക്കുന്നു. ആരാധനയ്ക്ക് സ്വാതന്ത്ര്യമില്ലാതെ മൃഗങ്ങളെപ്പോലെ അവർ പീഡ അനുഭവിക്കുന്നു. സ്തോത്രം. ദൈവമക്കൾ പ്രാർത്ഥിക്കണം. ദുഷ്ടന്മാരും വല്ലാത്തവരുമായുടെ കയ്യിൽ നിന്ന് കർത്താവിൻ്റെ വേലക്കാർ, ദൈവജനം വിടുവിക്കപ്പെടാനായിട്ട് പ്രാർത്ഥിക്കണം. നാലാമതായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയം, സെഖരിയ പ്രവചനം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ട്. സെഖരിയ പ്രവചനം 10-ാം അധ്യായം 1-2 വാക്യങ്ങൾ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് അപേക്ഷിപ്പീൻ, യഹോവ മിന്നൽ പിണറുണ്ടാക്കുന്നുവല്ല. അടുത്ത വാക്യം, അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും. ഈ ദിവസങ്ങൾ ദൈവമക്കൾ ഉപവാസ പ്രാർത്ഥന ശക്തമായിട്ട് പ്രാർത്ഥിച്ചോണം. ഒരു വലിയ മഴയ്ക്കായിട്ട് പ്രാർത്ഥിക്കണം. ദേശത്തെ ദൈവം ഉണർത്താൻ പോകുക. രാജ്യങ്ങളെ ദൈവം തൊട്ട് തുടങ്ങിക്കഴിഞ്ഞിരിക്കുക. ഒരു ഭാഗത്ത് നിന്ന് ഹല്ലേലൂയ പ്രതിസന്ധികൾ ഉയരുമ്പോൾ മറുഭാഗത്ത് കൂട്ട സ്നാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ദേശങ്ങളെ ദൈവമാവ് അവൻ പൈസ കുലുക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഈ തിരുവനന്തപുരത്തെ ദൈവമാവ് ഉണർത്തണം, കേരളത്തെ ഉണർത്തണം. ആമേൻ, പ്രൈസ് ദി ലോർഡ്. സൗത്ത് ഇന്ത്യ ദൈവം ഉണർത്തണം, ഇന്ത്യ മഹാരാജ്യത്തെ ഉണർത്തണം. എത്ര പേര് പ്രാർത്ഥിക്കും ദേശത്തെ മേൽ ഉണർവ് വ്യാപരിക്കുവാൻ? അഞ്ചാമതായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയം, 1 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ചാട്ട്. 1 തിമോത്തിയോസ് 2-ാം അധ്യായം 1-2 വാക്യങ്ങൾ. എന്നാൽ സകല മനുഷ്യർക്കും നാം സർവഭക്തിയോടും
യെസ്, സ്തോത്രം. നമ്മൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാൻ പോവുക രാജാക്കന്മാർക്ക് വേണ്ടി, അധികാരസ്ഥന്മാർക്ക് വേണ്ടി നല്ലൊരു ഭരണം വെളിപ്പെടുവാൻ, സുവിശേഷത്തിന് വിരോധമായിട്ട് ഒരു ശക്തിയും ഉയരാതെ ദൈവത്തിൻ്റെ കൺട്രോളിൽ അവർ മാറ്റപ്പെടുവാൻ ദൈവമക്കൾ ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കാനായിട്ട് പോകുക. ഞാൻ 5 വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഉപവാസ പ്രാർത്ഥന നിങ്ങളെ ആഹ്വാനം ചെയ്തു. ഒന്നാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയം ജനം രക്ഷിക്കപ്പെടാൻ ദൈവമക്കൾ പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് ഞാൻ ഓർപ്പിച്ച വിഷയം അവൻ സുവിശേഷ വേലക്കാർ അവൻ നമ്മുടെ സഭകളിൽ ദേശങ്ങളിൽ അവൻ എഴുന്നേൽക്കുവാൻ ദൈവമക്കൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കണം. മൂന്നാമതായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കേണ്ടുന്ന വിഷയം ദുഷ്ടന്മാരും വല്ലാത്തവരുമായ അവൻ ആളുകളുടെ കയ്യിൽ നിന്ന് കർത്താവിൻ്റെ വേലക്കാർ ദൈവജനം വിടുവിക്കപ്പെടുവാനായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കണം. നാലാമതായിട്ട് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം രാജ്യത്ത് വലിയൊരു ഉണർവ് നടക്കണം. അഞ്ചാമതായിട്ട് ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ പോകുന്ന വിഷയം അധികാരസ്ഥന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഒരു നിമിഷം എല്ലാ കണ്ണുകളും ദൈവസ്ഥലം നടക്കുക. എല്ലാവരും ഈ പ്രാർത്ഥനയിൽ സഹകരിക്കണം. സ്തോത്രം. അവൻ ദൂതിലേക്ക് നമ്മൾ പ്രവേശിക്കാനായിട്ട് പോകുക. എല്ലാ കണ്ണുകളും ദൈവസ്ഥലം അടച്ചുകൊണ്ട് ആ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിക്കൊണ്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുക. കർത്താവേ, ഈ ഉപവാസ പ്രാർത്ഥന 20 ദിവസം നടത്തിയെന്നല്ല കർത്താവേ, അതിൻ്റെ ദൂരവ്യാപകമായ ശക്തമേറിയൊരു വിടുതൽ ഞങ്ങൾക്ക് കാണണം. ജനം രക്ഷിക്കപ്പെടുവാൻ ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക. പാരമ്പര്യത്തിൻ്റെ കൂച്ചുവിലങ്ങുകൾക്കകത്ത് നിന്ന് ജനം പുറത്തു വരട്ടെ കർത്താവേ. സ്നാനങ്ങൾ നടക്കട്ടെ കർത്താവേ. ജനത്തിന്റെ വിടുതലിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. സുവിശേഷ വേലക്കാർ ഈ സഭയിൽ നിന്ന് എഴുന്നേൽക്കാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. തലമുറകളെ ദൈവമാവ് സ്പർശിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവൻ ദുഷ്ടന്മാരും വല്ലാത്തവരുമായ ജനത്തിന്റെ നടുവിൽ നിന്ന് അഭിഷക്തന്മാർ ജനം വിടുവിക്കപ്പെടുവാൻ ഞങ്ങൾ ഒന്നു ചേർന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആഗോള വ്യാപകമായൊരു ഉണർവ് ഞങ്ങളുടെ ദേശത്ത് വെളിപ്പെടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭരണാധിപന്മാർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ, ശബ്ദമുയരട്ടെ. ഇന്ന് പകൽ ഇവിടെ സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, പൊതുവായ ചില വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ദൈവാത്മാവ് വൻകാര്യം ചെയ്തുകൊണ്ടിരിക്കുക. അഭിഷേകം പ്രാപിച്ച ദൈവമക്കൾ ആത്മാവിൽ നിന്ന് പോരാടി പ്രാർത്ഥിച്ചാട്ട്. തുടർന്ന് നടക്കുന്ന ശുശ്രൂഷയിൽ ദൈവത്തിന്റെ മഹത്വം ഇറങ്ങുവാൻ ചേർന്ന് ദൈവമക്കൾ സ്തോത്രം ചെയ്യണം. ഇന്നലെ വരെ വെളിപ്പെട്ടൊരു മണ്ഡലമല്ല, അടുത്തൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ നമ്മെ കൊണ്ടുപോകട്ടെ. അഭിഷക്തന്മാരുടെ മേൽ ആ തേജസ്സിന്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ. ജനത്തിന്റെ മേൽ പ്രാപിക്കുവാൻ കൊതിയുള്ള ദൈവമക്കൾ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. അവർ ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞു തുടങ്ങാം. എല്ലാം നാവിന്റെ കെട്ടുകൾ അഴിഞ്ഞു മാറട്ടെ. അവൻ കൈകാലുകൾ മേൽ ബന്ധിച്ചിരിക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ ഇന്ന് പകൽ അവൻ പൈസ തകർന്നു മാറട്ടെ. ഉദ്ധരങ്ങളുടെ മേൽ വ്യാപരിച്ചു നിൽക്കുന്ന ദുഷ്ടയാധിപത്യ മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ തകർന്നു മാറട്ടെ. ആള് മാറിയവരെ പോലെ ദൈവത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഓ ശഖാനാമാന സംധാരാധാന. ഓ ശഖാനാമാന ദുൽഖാമാന സിയാര. പരിശുദ്ധ പിതാവേ, അവിടുത്തെ ശബ്ദത്തിനായി ഞങ്ങൾ കാതുകൾ കൂർപ്പിക്കുന്നു. കടന്നു വന്ന ജനത്തെ ഇടപെടണമേ കർത്താവേ. അഭിഷക്തന്മാരെല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് തരുന്നു. 13ാമത്തെ പകൽക്കാലം തുറക്കപ്പെട്ട സ്വർഗത്തിന്റെ കീഴില് കർത്താവ് ഞങ്ങളെ ഇരുത്തുന്നതിനായി സ്തോത്രം. അവിടുത്തെ ശബ്ദം ഞങ്ങളെ കേൾപ്പിക്കാൻ പോകുന്നതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാവർക്കും സഭയ്ക്കും അഭിഷക്തന്മാർക്കും ഒരു വിടുതലാക്കി ദൈവം മാറ്റുന്നതിനായി നന്ദി പറയുന്നു. ഞങ്ങളെ പുത്രന്റെ രക്തത്താൽ ഒരിക്കൽ കൂടെ ശുദ്ധീകരിച്ച് അവിടുത്തെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി നിർത്തുന്നതിനായി സ്തോത്രം. ഞങ്ങൾ വിട്ടേച്ചു പോകുന്ന അവകാശങ്ങൾ നന്മകളെല്ലാം യേശുവിന്റെ രക്തത്തിൽ പൊതിഞ്ഞ് പ്രാർത്ഥിക്കുക. കൃപ പകരണം യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. കരങ്ങളെ ഉയർത്തി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ഈ പകൽക്കാലം നിങ്ങളോട് സംസാരിക്കാൻ കർത്താവിനെ ഏൽപ്പിച്ച സന്ദേശത്തിലേക്ക് ശ്രദ്ധയെ തിരികട്ടെ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാമത്തെ വാക്യവും
2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യവും വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 12-ാം അധ്യായം 41-ാമത്തെ വാക്യം, 2 തെസ്സലോനി 2:14 വാക്യങ്ങൾ. യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ടു. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവാകുന്ന യേശുക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. സ്തോത്രം. ഈ 13-ാമത്തെ ദിവസം ദൈവമക്കൾ വളരെ പ്രാർത്ഥനയോടെ ദൈവസ്ഥലായിരിക്കണം. ദൈവത്തിൻ്റെ തേജസ്സിനെ പറ്റി പരിശുദ്ധാത്മാവ് എനിക്ക് വെളിപ്പെടുത്തിയ ചില ചിന്തകളിലേക്ക് ഇന്ന് പകൽക്കാലം നമ്മൾ കടന്നു പോകാനായിട്ട് പോകുന്നത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ദൈവ തേജസ് എന്താണെന്ന് ഇന്ന് പകൽ മനസ്സിലാക്കിയേ പോകാവൂ. അതൊരു വലിയ പ്രാർത്ഥനയോട് വേണം ദൈവമക്കൾ ഇതിനകത്ത് ഇരിക്കുവാൻ എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. അശ്രദ്ധരായിട്ട് ആരും ഇതിനകത്ത് ഇരിക്കരുത്. എല്ലാവരും ഇതിനകത്ത് അറ്റൻറ്റീവ് ആയിരിക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് പകൽക്കാലം ഇവിടെ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്, ദൈവത്തിൻ്റെ തേജസ് എന്നുള്ള വിഷയം. എബ്രായ ഭാഷയിൽ തേജസ്സിന് കാബോത്ത് എന്ന പേരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഗ്രീക്കിലേക്ക് കടന്നു വരുമ്പോൾ അതിനുപയോഗിച്ചിരിക്കുന്ന പദം ഡോക്സ എന്ന പദമാണ്. ഇംഗ്ലീഷിൽ അതിന് ഗ്ലോറി എന്ന് രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ മലയാളത്തിൽ മഹത്വമെന്നോ തേജസ്സെന്നോ നമുക്ക് കാണുവാനായിട്ടിടയാകും. ഇന്ന് പകൽക്കാലം ആ ദൈവത്തിൻ്റെ കാബോദ്, ഡോക്സ, ആ ഗ്ലോറി, ആ മഹത്വം, ആ തേജസ് പ്രാപിക്കുവാൻ ഈ തലമുറയിൽ ചിലരിന് ദൈവത്തിന് വേണം. 13-ാമത്തെ ദിവസക്കാലം ദൈവസനി കടന്നു വന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽ നീ അകത്ത് കൊതിച്ചു തുടങ്ങി, കർത്താവേ അവിടുത്തെ തേജസ് ഇന്ന് പകൽ എനിക്കൊന്ന് പ്രാപിക്കണം. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ തലമുറയിൽ ദൈവം നമ്മെ ആഗ്രഹിക്കുന്നത് ഭൗതികമായ കുറെ നന്മകൾ പ്രാപിച്ച് ഈ തലമുറ കൊണ്ട് അവസാനിക്കുവാനല്ല, പിന്നെയോ അവിടുത്തെ മഹത്വം പ്രാപിക്കുവാൻ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ കഴിയും ഇന്ന് പകൽ? കർത്താവേ, ഇന്ന് പകൽ എനിക്ക് മഹത്വം, അവിടുത്തെ മഹത്വം വേണം. ഇന്ന് പകൽ അവിടുത്തെ മഹത്വം എനിക്ക് വേണം. ഇന്ന് പകൽ അവിടുത്തെ തേജസ് എനിക്കൊന്ന് അനുഭവിച്ചറിയണം. ആമേൻ. പ്രാപിക്കുവാൻ ഇന്ന് പകൽ താല്പര്യപ്പെടുന്ന ദൈവമേ, ഇന്നലെ വരുതി ചെയ്തൊരു ശുശ്രൂഷയല്ല, ഇന്നലെ വരുതി പോയൊരു മണ്ഡലമല്ല, അടുത്തൊരു തലത്തിലേക്ക് പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ സഭയെ നടത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ മഹത്വം കൊതിക്കുന്ന ഒരു കൂട്ടം ജനം, തേജസ് കൊതിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്ന് പകൽ രംഗത്ത് വരുമ്പോൾ പരിശുദ്ധാത്മാവ് ദൂത് പറയുകയാണ്. യെസ്, അല്പമാഴമായ വിഷയമായതുകൊണ്ട് ശാന്തമായി ചില ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുപോകുവാൻ താല്പര്യപ്പെടുകയാണ്. മോശയോട് ചോദിക്കാം, മോശേ, ദൈവത്തിൻ്റെ തേജസ് ഞങ്ങൾക്കൊന്ന് മനസ്സിലാക്കണം. അങ്ങക്ക് ആ തേജസ് ഒന്ന് വെളിപ്പെടുത്തി തരുവാൻ പറ്റുമോ? നമുക്ക് പോകാം, പുറപ്പാട് പുസ്തകത്തിലേക്ക് പോകാം. 24-ാം അധ്യായം അതിൻ്റെ 16-17 വാക്യങ്ങൾ ദയവായിട്ട് വായിച്ചാട്ട്. പുറപ്പാട് പുസ്തകം 26-ാം അധ്യായം 16-17, 24-ാം അധ്യായം 16-17 വാക്യങ്ങൾ. യെസ്, യെസ്. ശ്രദ്ധിക്കണേ, യഹോവയുടെ തേജസ്സിൻ്റെ കാഴ്ച പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്ന തീ പോലെ. സ്തോത്രം പറയാൻ പറ്റുമോ? മോശയ്ക്ക് ദൈവത്തിന്നത് അവൻ പർവ്വതത്തിൻ്റെ മുകളിൽ കത്തുന്നൊരു തീ പോലെ. ഇന്ന് പകൽ ദൈവമക്കൾ പ്രാർത്ഥിച്ചുണർന്നോണം. സ്തോത്രം. ദൈവത്തിൻ്റെ തേജസ് സീനായുടെ കൊടുമുകളിലേക്ക് ഇറങ്ങി വന്നപ്പോൾ ചരിത്രം സാക്ഷീകരിക്കുന്നത് മോശ കാണുന്നു കത്തുന്നൊരു വലിയ തീയാണ്. ശാസ്ത്രജ്ഞന്മാര് അവിടെ ഗവേഷണം നടത്തിയപ്പോൾ കാണുവാൻ സാധിക്കുന്നത് ദൈവത്തിൻ്റെ തേജസ് വെളിപ്പെട്ട തീ കത്തിയ ആ ഭാഗത്തെ മണ്ണ് കരിഞ്ഞുപോയെന്ന്. സ്തോത്രം, സ്തോത്രം. റോൺ വോട്ട് എന്ന് പറയുന്ന ഒരു ദൈവദാസൻ എഴുതി വച്ചിരിക്കുന്നത്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ദൈവത്തിന്റെ തേജസ്സിന്റെ കാഴ്ച മോശ കാണുമ്പോൾ സീനായുടെ കൊടുമുകളിൽ സർവശക്തനായ ദൈവം ഇറങ്ങി വന്നപ്പോൾ അവിടുത്തെ മണ്ണ് കരിഞ്ഞു മാറിയെന്ന്.
ഇന്ന് പകൽക്കാലം ഇവിടുത്തെ സീനായി അവൻ ഇവിടെ വന്നിരിക്കുന്ന ഓരോരുത്തരുമാണ്. ഇന്ന് പകൽ എന്റെ മേൽ ആ തേജസ് ഒന്ന് കത്തട്ടെ. ഇന്ന് പകൽ വന്നവരുടെ മേൽ ആ തേജസ് ഒന്ന് കത്തട്ടെ. അശുദ്ധിയുടെ അവൻ സ്വയം നീതീകരണത്തിന്റെ കോപത്തിന്റെ അശുദ്ധിയുടെ സകല അന്ധകാര മണ്ഡലങ്ങളും യേശുവിന്റെ നാമത്തിൽ 13ാമത്തെ ദിവസം കത്തി മാറട്ടെ. ഒരു വലിയ ദൈവത്തിന്റെ സന്ദേശത്തിനായി പരിശുദ്ധാത്മാവ് നമ്മെ കൊണ്ടുപോകുമ്പോൾ ഇവിടെ ആരും മൗനമായിട്ട് പ്രതികരിക്കാതിരിക്കല്ലേ. ഇന്ന് പകൽക്കാലം അവൻ സീനായി ഇറങ്ങി വന്ന തേജസ് പാളയം അവൻ PMG ചർച്ചിൽ ഇന്ന് പകൽ കത്തി തുടങ്ങിയാണ്. അന്ധകാര മണ്ഡലങ്ങൾ, പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ ഇന്ന് പകൽ വിട്ടു മാറട്ടെ. ശബര ഹധുന റമന ഹജന ധിമന ശധുന റമന ഹസ്തജ നഗസി രക്തം ജയം, രക്തം ജയം. സമയത്തിന് പരിമിതിയൂടെ നമ്മുടെ മുമ്പിൽ ഉള്ളത് കൊണ്ട് വിഷയം വലുതായതുകൊണ്ടും അല്പം മുമ്പോട്ട് പോകുകയാണ്. പരിശുദ്ധാത്മാവ് ചില ഭാഗങ്ങളിൽ നിങ്ങളെ സ്പർശിക്കുന്ന സമയത്ത് അവൻ സ്തോത്രം ശക്തമായിട്ട് ദൈവമക്കൾ ആരാധിച്ചോണം. ആ തേജസ് എന്ന പകൽക്കാലം കണ്ടിട്ട് പോകാനല്ല ദൈവം നമ്മെ ഇവിടെ കൊണ്ടുവന്നത്, ആ തേജസ് പ്രാപിക്കാൻ വേണ്ടിയാണ്. കല്ലിൽ എഴുതിയ പഴയ നിയമത്തിന്റെ പ്രമാണം തേജസ്സുള്ള ശുശ്രൂഷയായിരുന്നെങ്കിൽ, ഹല്ലേലൂയ, ആത്മാവിനാൽ പെന്തക്കോസിൽ വെളിപ്പെട്ട ദൈവത്തിന്റെ പ്രമാണം തേജസ്സുമേൽ തേജസ്സുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ നിന്റെ മുഖം ഒന്ന് പ്രകാശിക്കണം. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനകത്ത് ഒരു ദൈവതേജസ് ഇറങ്ങണം. വർഷങ്ങളായി പിശാചി ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചികം താണ്ഡവമാടുന്ന ചില മണ്ഡലത്തിന് മേൽ ദൈവത്തിന്റെ തേജസ് 13ാമത്തെ പകൽക്കാലം തേജസ് പ്രാപിക്കാൻ കൊതിക്കുന്ന ജനം കേറി വരട്ടെ എന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു. ശ്രദ്ധിക്കണേ, മോശ ഈ ദൈവത്തിന്റെ തേജസ് കണ്ടത് കത്തുന്ന തീ പോലെയാണ്. സ്തോത്രം. വിശ്വാസ യുവത്തിൽ കടന്നു വന്ന ദൈവവേദനയെ വർഷങ്ങളായിരിക്കാം ഒരുപക്ഷെ നിങ്ങൾ സ്നാനപ്പെട്ടിട്ട് ഇതുവരെയും ഈ തേജസ് കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നു, തേജസ് ഒന്ന് കണ്ടേ പോകാവൂ. ഇന്ന് പകൽ തേജസ് കൊതിക്കുന്ന ദൈവമക്കൾ ഇതിനകത്ത് പ്രാർത്ഥിച്ചു തുടങ്ങിക്കോട്. നിന്റെ പ്രാർത്ഥന മുറിക്കകത്ത്, നിന്റെ പോരാട്ടത്തിന്റെ മണ്ണില് നിന്നെ ശക്തിയോടെ നിർത്താൻ ഈ തേജസ് വേണം. ഇന്ന് പകൽ നിന്റെ കുടുംബത്തിനെതിരായി വർഷങ്ങളായി വെല്ലുവിളിക്കുന്ന അന്യാരാധന ശക്തികൾ തേജസ്സിന്റെ മുമ്പില് ഇന്ന് പകൽ ഒതുങ്ങി പോകുന്ന പകലാ. സ്തോത്രം. ദൈവമക്കൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, പരിശുദ്ധാത്മാവ് നമ്മെ തൊടും ഇന്ന് പകൽക്കാലം. അപ്പൊ മോശ കണ്ടത് കത്തുന്ന തീ പോലെയാണ്. മോശ തിരഞ്ഞെടുത്ത 70 മൂപ്പന്മാര് ഈ തേജസ് കണ്ടത് 24-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ തേജസ്സിന്റെ ഒരു ഭാഗമേ കണ്ടുള്ളൂ. അതൊന്ന് നോക്കിക്കാട്ട്. അവൻ സ്തോത്രം അതിന്റെ 10ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. പുറപ്പാട് പുസ്തകം 24-ന്റെ 10ാമത്തെ വാക്യത്തിലേക്ക്. ദൈവമൊക്കെ ശ്രദ്ധിച്ചേ, 70 മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ, വായിക്കുന്നവർ ഉറച്ചു വായിച്ചാട്ടെ, അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. സ്തോത്രം. എന്നിട്ട് താഴെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, സ്തോത്രം സ്തോത്രം, ദൈവത്തെ കണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അടുത്ത ഭാഗത്ത് പറയുക, അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അവര് പറഞ്ഞത് ദൈവത്തെ കണ്ടെന്ന, പക്ഷെ പറഞ്ഞു വന്നപ്പോൾ പറയുക, അവന്റെ കാലിന്റെ കീഴെയുള്ള ആ ഭാഗമേ ഒന്ന് കണ്ടുള്ളൂ, അത് ആകാശത്തിന്റെ നീല പോലെ ഇരിക്കുന്നെന്ന്.
സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ ശ്രദ്ധിക്കണേ, മോശ കണ്ടത് പർവ്വതത്തിൽ കത്തിക്കാളുന്ന തീയായിട്ടാണെങ്കിൽ 70 മൂപ്പന്മാര് കർത്താവിനെ കണ്ടെന്നാ പറയുന്നത്. പക്ഷേ അവനെ കണ്ടില്ല. അവിടുത്തെ പാദങ്ങൾക്ക് കീഴെ വെളിപ്പെട്ട പ്രകാശം കണ്ടതേയുള്ളൂ. അത് വലിയ നീല നിറം പോലെയുള്ള കാഴ്ചയാണ്. കേബാർ നദീതീരത്ത് യെഗസ്കേലിനോട് നമുക്ക് ചോദിക്കാം, യെഗസ്കേലേ, അവിടുന്ന് ദൈവത്തിന്റെ തേജസ് കണ്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് വിശദീകരിച്ചു തരണം, ദൈവത്തിന്റെ തേജസ് എങ്ങനെയാണെന്ന്. യെഗസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. വായിച്ചേ, യെഗസ്കേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ ചില വാക്യങ്ങൾ വായിച്ചേ. യെഗസ്കേൽ 1:26 മുതൽ. ആ ആ യെസ്, അവൻ യെഗസ്കേൽ ദൈവത്തിന്റെ തേജസ് കാണുകയാ. അടുത്ത വാക്യം, അവന്റെ അര മുതൽ കീഴോട്ട് തീ പോലെ ഞാൻ കണ്ടു. പിന്നെ അതിന്റെ ചുറ്റും പ്രകാശമുണ്ടായിരുന്നു. പിന്നെ അതിന്റെ ചുറ്റുമുള്ള പ്രകാശം, എല്ലാവരും ശ്രദ്ധിക്കണേ, മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിന്റെ ഒരു സ്വോത്രം പറയാൻ പറ്റുമോ? യെഗസ്കേൽ തേജസ് കാണുന്ന ശ്രദ്ധിച്ചോ? മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന അവൻ വില്ലുപോലെ അവൻ ദൈവ തേജസ് കാണുകയാ. ഇന്ന് പകൽക്കാലം മോശയ്ക്ക് പർവ്വതത്തിൽ കത്തുന്ന തീ പോലെ കണ്ടെങ്കിൽ, അവൻ 70 മൂപ്പന്മാർക്ക് അവൻ സ്വന്തം ആകാശത്തിന്റെ നീലനിറം പോലെ കണ്ടെങ്കിൽ, യെഗസ്കേൽ കാണുന്നത് മഴയുള്ള ദിവസങ്ങളിൽ മേഘത്തിൽ വെളിപ്പെട്ട ഒരു വില്ല് പോലെ കണ്ടെങ്കിൽ, ആ തേജസ് പടിനിമത്തിൽ പ്രത്യേകിച്ച് അവൻ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനത്തിന് നടുവിൽ ആ തേജസ് ഉണ്ടായിരുന്നു. മോശ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് മുമ്പോട്ട് പോകാം. സ്തോത്രം, സ്തോത്രം. ദൂതന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് പോകാം. യെഗസ്കേൽ പ്രവചനം 25-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. യെഗസ്കേൽ 25-ന്റെ 22-ാമത്തെ വാക്യം. ക്ഷമിക്കണം, അവൻ പുറപ്പാട് പുസ്തകം 25-ന്റെ 22-ാമത്തെ വാക്യം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്ന് സാക്ഷ്യപെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും സ്തോത്രം, സ്തോത്രം. അപ്പം മരുഭൂമി യാത്രയിൽ ദൈവമൊക്കെ ശ്രദ്ധിച്ചോ, ഈ തേജസ് ഇപ്പോൾ എവിടെ വന്നു? സാക്ഷ്യപെട്ടകത്തിന്മേൽ വന്നു. സ്തോത്രം. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം 7-ാമത്തെ അധ്യായം 89-ാമത്തെ വാക്യം ആ തിരുശബ്ദത്തെ പറ്റി മോശ എഴുതി വച്ചിരിക്കുന്നു. സംഖ്യാപുസ്തകം 7-ാം അധ്യായം 89-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പടിനിമത്തിൽ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ മക്കൾ തിരുശബ്ദം കേൾക്കണമെങ്കിൽ ആ തിരുശബ്ദം എവിടെ ഇറങ്ങി വരുന്നതെന്ന് അറിയാമോ? കെരൂബുകൾക്ക് നടുവിലായിട്ട് വരും. സ്തോത്രം. ദൈവമൊക്കെ ശ്രദ്ധിക്കണേ, അല്പം ഞാൻ വിശദീകരണം തന്നാലേ ആ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലായി തീരണം. സമാഗമന കൂടാരം നമുക്കറിയാം, 3 ഭാഗങ്ങൾ. അവൻ സ്തോത്രം. പ്രാകാരത്തിലേക്ക് ദൈവമക്കൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു തിരശീല തൂക്കിയിട്ടിട്ടുണ്ട്. അവൻ 4 പ്രധാനപ്പെട്ട നൂലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാതിൽമറയാണ്. സ്തോത്രം. പിരിച്ച പഞ്ഞിനൂല്, നീലനൂല്, ചുവപ്പ് നൂല്, ധൂമ്ര നൂല്, ഈ 4 നൂലുകൾ കൊണ്ട് അവൻ സ്തോത്രം പ്രാകാരത്തിൻ്റെ ഒരു വാതിൽമറ അവൻ ഹല്ലേലൂയ ഒരുക്കി വെക്കുവാനായിട്ടിടയാകും. അപ്പോൾ ഒരു ഇസ്രായേലിയൻ പ്രാകാരത്തിൻ്റെ വാതിൽമറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന പോലെ പിരിച്ച പഞ്ചിനൂലോ നീലനൂലോ ചുവന്ന നൂലോ ധൂമ്ര നൂലോ കണ്ടു പോകത്തില്ല. ഇതിനകത്ത് ക്രിസ്തുവിന്റെ വെളിപ്പാട് പടിനിമത്തിൽ നെടിലിച്ചു നിൽക്കുകയാണ്. എന്താ അവൻ സ്തോത്രം? പിരിച്ച പഞ്ചിനൂല് വെളിപ്പെടുത്തുന്ന അറിയാമോ? യേശു നീതിമാനാണെന്ന.
നീലനൂല് വിളിച്ചു പറയുന്നത് അത് ആകാശത്തിന്റെ നിറമാണ്. യേശു സ്വർഗീയനാണെന്ന് വിളിച്ചു പറയുക. ചുവപ്പ് നൂൽ എന്തിനെ വിളിച്ചു പറയുന്നറിയാമോ? യേശു വീണ്ടെടുപ്പുകാരനാണെന്ന്. ധൂമറനൂല് വിളിച്ചു പറയുന്നത് യേശു പരിഹാരകനാണെന്ന്. ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ വാതിക്കൽ കടന്നു വരുമ്പോഴേ ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് വേണം. ദൈവമൊക്കെ സ്തുതിച്ച് തുടങ്ങിക്കോണം. ഹല്ലേലൂയ. പാട്ട് പാടുന്നതിന് മുമ്പ്, കൈ അടിക്കുന്നതിന് മുമ്പ്, ആലയത്തിനകത്തേക്ക് കാല് ചവിട്ടുമ്പോഴേ ഇന്ന് പകൽ കൃപയുള്ളവൻ വിളിച്ചു പറഞ്ഞോണ്, യേശുവിന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്, യേശുവിന്റെ രക്ഷകനാണെന്ന്, അവിടുന്ന് നീതിമാനാണെന്ന്, അവിടുന്ന് പരിഹാരകനാണെന്ന് ഇന്ന് പകൽ വിളിച്ചു പറയുന്ന ഒരു തലമുറ എഴുന്നേക്കണം. ഈ പ്രാകാരത്തിനകത്തെ വാതിൽ കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇടത്ത് ഭാഗത്തായിട്ടൊരു ഉപകരണം വെച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം, താമര യാഗപീഠമാണ്. സ്തോത്രം. അവിടെയാണ് മൃഗങ്ങളെ കഴുത്തറുത്ത് കൊന്ന് ഇസ്രായേലിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കുന്നത്. ഈ യാഗം കഴിക്കുന്ന മൃഗങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് വിരൽ ചൂണ്ടി നിൽക്കുക. സ്തോത്രം, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം പുതിയ നിയമത്തിന്റെ വെളിപ്പാടൂടെ പറയട്ടെ, യാഗപീഠത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് അവൻ അറിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മീയത്തിൽ 25 വർഷത്തെ പഴക്കം നിങ്ങൾക്കുണ്ടായിരിക്കാം, 30-40 വർഷത്തെ പഴക്കമുണ്ടായിരിക്കാം, 5-10 വർഷത്തെ പഴക്കമുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാൻ ഞാൻ വചനത്തിന്റെ വെളിപ്പാട് പറയട്ടെ, തേജസ്സിന്റെ മുമ്പിൽ ഇന്ന് പകൽ ഒതുങ്ങി പോകുന്ന പകലാ. സ്തോത്രം. ദൈവമക്കൾ വളരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. പരിശുദ്ധാത്മാവ് നമ്മെ തൊടും ഇന്ന് പകൽക്കാലം. അപ്പം മോശ കണ്ടത് കത്തുന്ന തീ പോലെയാണ്. മോശ തിരഞ്ഞെടുത്ത 70 മൂപ്പന്മാര് ഈ തേജസ് കണ്ടത് 24-ാം അധ്യായത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവർ തേജസ്സിന്റെ ഒരു ഭാഗമേ കണ്ടുള്ളൂ. അതൊന്ന് നോക്കിക്കാട്ട്. അവൻ സ്തോത്രം അതിന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. പുറപ്പാട് പുസ്തകം 24-ന്റെ 10-ാമത്തെ വാക്യത്തിലേക്ക്. ദൈവമൊക്കെ ശ്രദ്ധിച്ചേ. 70 മൂപ്പന്മാരോടുള്ള ബന്ധത്തിൽ ഇവിടെ എഴുതി വച്ചിരിക്കുന്നത്, അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ, വായിക്കുന്നവർ ഉറച്ചു വായിച്ചാട്ടെ, അവർ ഇസ്രായേലിൻ്റെ ദൈവത്തെ കണ്ടു. സ്തോത്രം. എന്നിട്ട് താഴെ വാക്യത്തിൽ എഴുതി വച്ചിരിക്കുകയാണ്, സ്തോത്രം, സ്തോത്രം, ദൈവത്തെ കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അടുത്ത ഭാഗത്ത് പറയുക, അവന്റെ പാദങ്ങൾക്ക് കീഴെ നീലക്കല്ല് പടുത്ത തളം പോലെ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവര് പറഞ്ഞത് ദൈവത്തെ കണ്ടെന്ന, പക്ഷെ പറഞ്ഞു വന്നപ്പം പറയുക, അവന്റെ കാലിന്റെ കീഴെയുള്ള ആ ഭാഗമേ ഒന്ന് കണ്ടല്ലോ, അത് ആകാശത്തിന്റെ നീല പോലെ ഇരിക്കുന്നെന്ന്. സ്തോത്രം, സ്തോത്രം. ദൈവമക്കളെ ശ്രദ്ധിക്കണേ. മോശ കണ്ടത് പർവ്വതത്തിൽ കത്തിക്കാളുന്ന തീയായിട്ടാണെങ്കിൽ 70 മൂപ്പന്മാര് കർത്താവിനെ കണ്ടെന്നാ പറയുന്നത്. പക്ഷേ അവനെ കണ്ടില്ല. അവിടുത്തെ പാദങ്ങൾക്ക് കീഴെ വെളിപ്പെട്ട പ്രകാശം കണ്ടതേയുള്ളൂ. അത് വലിയ നീല നിറം പോലെയുള്ള കാഴ്ചയാണ്. കേബാർ നദീതീരത്ത് യെഗസ്കേലിനോട് നമുക്ക് ചോദിക്കാം, യെഗസ്കേലേ, അവിടുന്ന് ദൈവത്തിന്റെ തേജസ് കണ്ടിട്ടുണ്ടല്ലോ, ഞങ്ങൾക്ക് ഇന്ന് പകൽക്കാലം ഒന്ന് വിശദീകരിച്ചു തരണം, ദൈവത്തിന്റെ തേജസ് എങ്ങനെയാണെന്ന്. യെഗസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകാം. വായിച്ചേ, യെഗസ്കേൽ പ്രവചനം 1-ാം അധ്യായം അതിൻ്റെ 26 മുതൽ ചില വാക്യങ്ങൾ വായിച്ചേ. യെഗസ്കേൽ 1:26 മുതൽ. ആ ആ യെസ്. അവൻ യെഗസ്കേൽ ദൈവത്തിന്റെ തേജസ് കാണുകയാ. അടുത്ത വാക്യം, അവന്റെ അര മുതൽ കീഴോട്ട്
തീ പോലെ ഞാൻ കണ്ടു. പിന്നെ അതിൻ്റെ ചുറ്റും പ്രകാശമുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം, എല്ലാവരും ശ്രദ്ധിക്കണേ, മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ ഒരു സ്വോത്രം പറയാൻ പറ്റുമോ? യെഹെസ്കേൽ തേജസ് കാണുന്ന ശ്രദ്ധിച്ചോ? മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന അവൻ വില്ല് പോലെ അവൻ ദൈവ തേജസ് കാണുകയാ. ഇന്ന് പകൽക്കാലം മോശയ്ക്ക് പർവ്വതത്തിൽ കത്തുന്ന തീ പോലെ കണ്ടെങ്കിൽ, അവൻ 70 മൂപ്പന്മാർക്ക് അവൻ സ്വന്തം ആകാശത്തിന്റെ നീല നിറം പോലെ കണ്ടെങ്കിൽ, യെഹെസ്കേൽ കാണുന്നത് മഴയുള്ള ദിവസങ്ങളിൽ മേഘത്തിൽ വെളിപ്പെട്ട ഒരു വില്ല് പോലെ കണ്ടെങ്കിൽ, ആ തേജസ് പടിനിമത്തിൽ പ്രത്യേകിച്ച് അവൻ 40 വർഷത്തെ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ ജനത്തിന് നടുവിൽ ആ തേജസ് ഉണ്ടായിരുന്നു. മോശ എന്താ പറഞ്ഞിരിക്കുന്നത്? നമുക്ക് മുമ്പോട്ട് പോകാം. സ്തോത്രം സ്തോത്രം. ദൂതന്റെ പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് നമുക്ക് പോകാം. യെഹെസ്കേൽ പ്രവചനം 25-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. യെഹെസ്കേൽ 25-ന്റെ 22-ാമത്തെ വാക്യം. ക്ഷമിക്കണം, അവൻ പുറപ്പാട് പുസ്തകം 25-ന്റെ 22-ാമത്തെ വാക്യം. അവിടെ ഞാൻ നിനക്ക് പ്രത്യക്ഷനായി കൃപാസനത്തിന്മേൽ നിന്ന് സാക്ഷ്യപെട്ടകത്തിന്മേൽ നിൽക്കുന്ന 2 കെരൂബുകളുടെ നടുവിൽ നിന്നും സ്തോത്രം സ്തോത്രം. അപ്പം മരുഭൂമി യാത്രയിൽ ദൈവമൊക്കെ ശ്രദ്ധിച്ചോ, ഈ തേജസ് ഇപ്പോൾ എവിടെ വന്നു? സാക്ഷ്യപെട്ടകത്തിന്മേൽ വന്നു. സ്തോത്രം. അതുകൊണ്ടാണ് സംഖ്യാപുസ്തകം 7-ാമത്തെ അധ്യായം 89-ാമത്തെ വാക്യം ആ തിരുശബ്ദത്തെ പറ്റി മോശ എഴുതി വച്ചിരിക്കുന്നു. സംഖ്യാപുസ്തകം 7-ാം അധ്യായം 89-ാമത്തെ വാക്യം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പടിനിമത്തിൽ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ മക്കൾ തിരുശബ്ദം കേൾക്കണമെങ്കിൽ ആ തിരുശബ്ദം എവിടെ ഇറങ്ങി വരുന്നതെന്ന് അറിയാമോ? കെരൂബുകൾക്ക് നടുവിലായിട്ട് വരും. സ്തോത്രം. ദൈവമൊക്കെ ശ്രദ്ധിക്കണേ. അല്പം ഞാൻ വിശദീകരണം തന്നാലേ ആ ഭാഗം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാകത്തുള്ളൂ. പ്രാർത്ഥനയോടെ ദൈവമക്കൾ ദൈവത്തിൻ്റെ സന്നിധിയിലായി തീരണം. സമാഗമന കൂടാരം നമുക്കറിയാം 3 ഭാഗങ്ങൾ. അവൻ സ്തോത്രം. പ്രാകാരത്തിലേക്ക് ദൈവമക്കൾ കടന്നു വരുമ്പോൾ അവിടെ ഒരു തിരശീല തൂക്കിയിട്ടിട്ടുണ്ട്. അവൻ 4 പ്രധാനപ്പെട്ട നൂലുകൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്ന വാതിൽമറയാണ്. സ്തോത്രം. പിരിച്ച പഞ്ഞിനൂല്, നീലനൂല്, ചുവപ്പ് നൂല്, ധൂമ്രനൂല്, ഈ 4 നൂലുകൾ കൊണ്ട് അവൻ സ്തോത്രം പ്രാകാരത്തിൻ്റെ ഒരു വാതിൽമറ അവൻ ഹല്ലേലൂയ ഒരുക്കി വെക്കുവാനായിട്ടിടയാകും. അപ്പോൾ ഇസ്രായേലിയൻ പ്രാകാരത്തിൻ്റെ വാതിൽമറയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ നമ്മൾ കാണുന്ന പോലെ പിരിച്ച പഞ്ഞിനൂലോ നീലനൂലോ ചുവന്ന നൂലോ ധൂമ്രനൂലോ കണ്ടു പോകത്തില്ല. ഇതിനകത്ത് ക്രിസ്തുവിന്റെ വെളിപ്പാട് പടിനിമത്തിൽ നെടിലിച്ചു നിൽക്കുകയാണ്. എന്താ അവൻ സ്തോത്രം? പിരിച്ച പഞ്ഞിനൂല് വെളിപ്പെടുത്തുന്നറിയാമോ? യേശു നീതിമാനാണെന്ന. നീലനൂല് വിളിച്ചു പറയുന്നത് അത് ആകാശത്തിന്റെ നിറമാണ്. യേശു സ്വർഗീയനാണെന്ന് വിളിച്ചു പറയുക. ചുവപ്പ് നൂൽ എന്തിനെ വിളിച്ചു പറയുന്ന അറിയാമോ? യേശു വീണ്ടെടുപ്പുകാരനാണെന്ന. ധൂമ്രനൂല് വിളിച്ചു പറയുന്നത് യേശു പരിഹാരകനാണെന്ന. ഇന്ന് പകൽക്കാലം ഈ ആരാധനയുടെ വാതിക്കൽ കടന്നു വരുമ്പോഴേ ക്രിസ്തുവിന്റെ വെളിപ്പാട് പ്രാപിക്കുന്ന ഒരു തലമുറയെ ദൈവത്തിന് വേണം. ദൈവമൊക്കെ സ്തുതിച്ച് തുടങ്ങിക്കോണം. ഹല്ലേലൂയ. പാട്ട് പാടുന്നതിന് മുമ്പ്, കൈ അടിക്കുന്നതിന് മുമ്പ്, ആലയത്തിനകത്തേക്ക് കാല് ചവിട്ടുമ്പോഴേ ഇന്ന് പകൽ കൃപയുള്ളവൻ വിളിച്ചു പറഞ്ഞോണ് യേശുവിന്റെ വീണ്ടെടുപ്പുകാരനാണെന്ന്, യേശുവിന്റെ രക്ഷകനാണെന്ന്, അവിടുന്ന് നീതിമാനാണെന്ന്, അവിടുന്ന് പരിഹാരകനാണെന്ന് ഇന്ന് പകൽ വിളിച്ചു പറയുന്ന ഒരു തലമുറ എഴുന്നേക്കണം. ഈ പ്രാകാരത്തിനകത്തെ വാതിൽ കടന്ന് അകത്തേക്ക് കയറുമ്പോൾ ഇടത്ത് ഭാഗത്തായിട്ടൊരു ഉപകരണം വെച്ചിട്ടുണ്ട്. അത് നമുക്കറിയാം താമര യാഗപീഠമാണ്. സ്തോത്രം. അവിടെയാണ് മൃഗങ്ങളെ കഴുത്തറുത്ത്
കൊന്ന് ഇസ്രായേലിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി യാഗം കഴിക്കുന്നത്. ഈ യാഗം കഴിക്കുന്ന മൃഗങ്ങളെല്ലാം യേശുക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന് വിരൽ ചൂണ്ടി നിൽക്കുക. സ്തോത്രം, സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് പകൽക്കാലം പുതിയ നിയമത്തിന്റെ വെളിപ്പാടുകൂടെ പറയട്ടെ. യാഗപീഠത്തിന്റെ അടുക്കൽ ഒരു വ്യക്തി കടന്നു വരുമ്പോൾ ക്രിസ്തുവിനെ കുറിച്ച് അവൻ അറിയാൻ തുടങ്ങുന്നതേ ഉള്ളൂ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ആത്മീയത്തിൽ 25 വർഷത്തെ പഴക്കം നിങ്ങൾക്കുണ്ടായിരിക്കാം, 30-40 വർഷത്തെ പഴക്കമുണ്ടായിരിക്കാം, 5-10 വർഷത്തെ പഴക്കമുണ്ടായിരിക്കാം. പക്ഷെ ഇന്ന് പകൽക്കാൻ ഞാൻ വചനത്തിന്റെ വെളിപ്പാട് പറയട്ടെ. ഇതുവരെ കണ്ടിട്ടില്ലാത്ത ക്രിസ്തുവിന്റെ ക്രൂശുമരണത്തിന്റെ വെളിപ്പാട് ഇന്ന് പകൽ പ്രാപിക്കുന്ന ജനത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. സ്തോത്രം, സ്തോത്രം. വീണ്ടും പ്രാകാരത്തിന്റെ വലത്ത് ഭാഗത്തേക്ക് നോക്കുമ്പോൾ അവിടെ ഒരു ഉപകരണം കാണുവാൻ സാധിക്കുന്നു. അതാണ് താമ്രത്തൊട്ടി. സ്ത്രീകൾ തങ്ങളുടെ ദർപ്പണങ്ങൾ സ്തോത്രം ദാനമായിട്ട് സമാഗമന കൂടാരത്തിൽ കൊണ്ടുവന്നപ്പോൾ അതുകൊണ്ട് നിർമ്മിച്ചെടുത്തൊരു ഉപകരണമാണ് താമ്രത്തൊട്ടി. ഇതിനകത്ത് വെള്ളം നിറച്ചു വെച്ചിരിക്കുക. സ്തോത്രം, സ്തോത്രം. കണ്ണാടി കടൽ പോലെ ഇത് കാണാനായിട്ടിടയാകും. അപ്പോൾ ഇസ്രായേലിയൻ താമ്രത്തൊട്ടിയുടെ അടുക്കൽ കടന്നു വരുമ്പോൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം, അവനെ സമ്പൂർണമായിട്ട് അതിന് മുമ്പിൽ കാണുകയാണ്. അപ്പോഴാണ് അവൻ പറയാൻ തുടങ്ങുന്നത്, കർത്താവേ നിന്റെ സന്നിധി ഞാൻ പ്രൈസലോ ഒന്നുമില്ല കർത്താവേ, എനിക്ക് ഇനിയും ശുദ്ധീകരണം വേണം, ഇനിയും എൻ്റെ ജീവിതത്തിൽ കുറവശമുണ്ട്, ഇനിയും ഞാൻ ക്രമപ്പെടുവാനുണ്ട്, ഇനിയും ഞാൻ ശുദ്ധീകരണം പ്രാപിക്കാനുണ്ട്, ഇനിയും ഞാൻ അടുത്തു വരാനുണ്ട്. അവന് സ്വയമായിട്ടൊന്നും പറയാനില്ല. താമരത്തൊട്ടിയുടെ അടുക്കൽ വരുമ്പോഴാണ് അവൻ്റെ കുറവശങ്ങൾ കാണാൻ തുടങ്ങുന്നത്. ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ ദിവസക്കാലം ദൈവസന്നിധി കടന്നു വന്ന ദൈവത്തിലെ കുറവശം കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞില്ലെങ്കിൽ നീ യാഗപീഠത്തിന്റെ അവിടെ നിൽക്കുന്നതേ ഉള്ളൂ. ആമേൻ, പ്രൈസ്. താമരത്തൊട്ടിയുടെ അടുക്കൽ കടന്നു വരുമ്പോൾ ദൈവത്തിന്റെ കുറവശങ്ങൾ ദൈവം വെളിപ്പെടുത്താൻ തുടങ്ങും. എല്ലാവരും ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് പ്രാർത്ഥിച്ചോട്, കർത്താവേ കുറച്ച് കൈയടിച്ച് മാത്രം പോയാ പോരാ, കുറെ അന്യഭാഷ പറഞ്ഞ് മാത്രം പോയാ പോരാ. നിത്യതയോടെ നീ അടുപ്പിക്കുവാൻ തടസ്സമായി നിൽക്കുന്ന, ക്രിസ്തുവിന്റെ തേജസ് വെളിപ്പെടുവാൻ തടസ്സമായി നിൽക്കുന്ന ജീവിതത്തിന്റെ ചെറുതും വലുതുമായ സകല കുറവശങ്ങളും ഇന്ന് പകൽ എനിക്ക് വെളിപ്പെട്ടേ മതിയാകത്തുള്ളൂ. കുറവശം വെളിപ്പെട്ട് ഇന്ന് പകൽ ഏറ്റുപറയുവാൻ തയ്യാറാണെങ്കിൽ ഞാനൊരു ദൂത് ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് വിളിച്ചു പറയാ, ഇന്ന് വരെ കാണാത്ത ഒരു ദൈവത്തിന്റെ തേജസ് ഈ ആരാധനയിൽ വെളിപ്പെടാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമൈതലിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഇനി പ്രാകാരം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ വിശുദ്ധ സ്ഥലമാണ്, പുരോഹിതന്മാർ നിന്ന് ശുശ്രൂഷിക്കുന്ന സ്ഥലമാണ്. ഇതിൻ്റെ ഇടത്ത് ഭാഗത്തായിട്ട് 7 കവരങ്ങളുള്ള ഒരു കവരവിളക്ക് വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഇതിനകത്ത് ഒഴിക്കേണ്ടുന്നത് ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ്. അറിയാവുന്നവർ ചേർന്ന് പറഞ്ഞാട്ട്, ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാണ്. സ്തോത്രം. എന്തിനാ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണ ഇതിനകത്ത് പകരുന്നത്? സ്തോത്രം. 48 പലകൾ കൊണ്ട് തകശുതോൽ കൊണ്ട് മൂടപ്പെട്ടിരിക്കുന്ന ഒരു പ്രത്യേക സംവിധാനമാണ് തിരുനിവാസം എന്ന് പറയുന്നത്. സ്തോത്രം. ആമേൻ. വിശുദ്ധ സ്ഥലം എന്ന് പറയുന്നത്. അതിനകത്ത് മണ്ണെണ്ണ വിളക്കില്ല, അതിനകത്ത് ഇലക്ട്രിസിറ്റി ഇല്ല. ഈ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാൽ കത്തുന്ന ഈ ദീപം പ്രകാശിച്ചെങ്കിൽ മാത്രമേ പുരോഹിതന്മാർക്ക് അകത്ത് ശുശ്രൂഷിക്കാനായിട്ട് പറ്റത്തുള്ളൂ. അതുകൊണ്ട് എവിടുന്നെങ്കിലും കിട്ടുന്ന എണ്ണ കൊണ്ടുവന്ന് ഇതിനകത്ത് ഒഴിച്ചാൽ എന്തോ സംഭവിക്കും? കരിന്തിരി കത്തും. കരിന്തിരി കത്തിയാൽ എന്താ സംഭവിക്കുന്നത്? സ്തോത്രം. പ്രകാശം കെട്ടുപോകും. അതുകൊണ്ട് കരിന്തിരി ഏതെങ്കിലും കാരണവശാൽ അകത്ത് കത്തുന്നെങ്കിൽ പുരോഹിതന്റെ കയ്യിൽ എണ്ണ മാത്രമല്ല ഒരു ചവണയുണ്ട്. ചവണ എന്തിനാണെന്നറിയാമോ? ഫേസിലോ കരിന്തിരി കത്തിയ ഭാഗം മുറിച്ചു മാറ്റാൻ വേണ്ടിയാണ്. പ്രൈസലോ. ചില ദിവസങ്ങളിൽ അഭിഷക്തന്മാർ ഈ ചവണയുമായി നമ്മുടെ സഭായോഗത്തിൽ എഴുന്നേറ്റ് ചില കുറവശങ്ങളെ തൊടുമ്പോൾ ഇന്ന് പകൽക്കാലം ദൈവമക്കൾ സ്തോത്രം ചെയ്തോണ്, നിന്നോട് വിരോധമുണ്ടായിട്ടല്ല, നീ അകത്ത് കത്താൻ വേണ്ടിയാ. തിരിച്ചറിയുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. അപ്പൊ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാൽ വേണം ഈ വിളക്ക്
പ്രകാശിക്കുവാൻ പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ഇത് പരിശുദ്ധാത്മാവിന്റെ നിറവാണ്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം ദൈവത്തിന്റെ പൈതലേ, ഈ അന്ധകാരം പറഞ്ഞ ലോകത്തെ നിനക്ക് കത്തണമെങ്കിൽ അകത്തൊരു പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. ശക്തമേറിയ ചുഴലിക്കാറ്റുകൾ നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ, പ്രതിസന്ധികൾ നിനക്കെതിരെ ആഞ്ഞടിക്കുമ്പോൾ അതിന്റെ നടുവിൽ തളർന്നു പോകാതെ ഇന്ന് പകൽക്കാലം നിൽക്കാൻ കാരണം അകത്ത് വെളിപ്പെടുന്ന പരിശുദ്ധാത്മാവാ. സ്തോത്രം, സ്തോത്രം. അല്പം കൂടെ മുമ്പോട്ട് പോയാൽ അടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നു, അല്ലെങ്കിൽ കാഴ്ചയപ്പത്തിന്റെ മേശയാണ്. അതെന്തിനെ വിളിച്ചറിയിക്കുന്ന അറിയാമോ? ആമൻ, സ്തോത്രം. യേശു കർത്താവിന്റെ കാൽവറി മരണത്തെ വിളിച്ചറിയിക്കുമ്പോൾ യേശു ഗത്സമനയിൽ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥനയുണ്ട്. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടത്തിനായി ഞാൻ സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കാഴ്ചയപ്പത്തിന്റെ മേശയുടെ അടുക്കൽ കടന്നു വരുമ്പോൾ നമ്മുടെ ചിന്തകൾ മാറുകയാണ്, നമ്മുടെ അനുഭവങ്ങൾ മാറുകയാണ്. ദൈവ ഇഷ്ടത്തിന് നാം നമ്മെ തന്നെ സമർപ്പിക്കുക. വീണ്ടും അവിടെ വെച്ചിരിക്കുന്ന അടുത്തൊരു ഉപകരണമാണ് ധൂപപീഠം. പ്രൈസ് ദി ലോർഡ്. അവിടെ 24 മണിക്കൂറും കത്തിക്കൊണ്ട് നിൽക്കുന്ന ധൂപപീഠത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ഇത് പ്രാർത്ഥനയെ കാണിക്കുകയാണ്. ഇത്രയും ഭാഗങ്ങൾ നാം ചിന്തിച്ചിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുമ്പോൾ വാസ്തവത്തിൽ അവിടെ ഒറ്റ ഉപകരണം മാത്രമേ ഉള്ളൂ. സ്തോത്രം. ഏതാണെന്ന് നമുക്കറിയാം. യഹോവയുടെ നിയമപ്പെട്ടകം 2.5 മുഴം നീളത്തിൽ, 1.5 മുഴം വീതിയിൽ, 1.5 മുഴം ഉയരത്തിൽ. സ്തോത്രം. അതിൻ്റെ മുകളിൽ തനി തങ്കം കൊണ്ട് 2 കെരൂബുകളെ അടിച്ചു വാർത്ത് മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി നിൽക്കുക. ഇതൊരു നിയമപ്പെട്ടകമാണെങ്കിൽ സങ്കല്പിച്ചാൽ അതിൻ്റെ മുകളിൽ തനി തങ്കം കൊണ്ട് 2 കെരൂബുകളെ അടിച്ചു വാർത്ത് മുഖത്തോട് മുഖം ഇങ്ങനെ നോക്കി നിൽക്കുക. അതിൻ്റെ സെന്റർ ഭാഗമാണ് പഴയ നിയമത്തിലെ മേഴ്സി സീറ്റ്, അല്ലെങ്കിൽ കൃപാസനം എന്ന് പറയുന്ന സ്ഥലം. സ്തോത്രം. അപ്പോൾ ദൈവമൊക്കെ ശ്രദ്ധിക്കണം, സമാഗമന കൂടാരത്തിൻ്റെ കെരൂബുകൾക്കിടെ നടുവിലാണ് പഴയ നിയമത്തിൽ ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി വരുവാനായിട്ടിടയായത്. സ്തോത്രം, സ്തോത്രം. ഇന്ന് പകൽക്കാഞ്ചാര ദൂത് പറയാം. ഹല്ലേലൂയ. കെരൂബിന്റെ നടുവിൽ ഇറങ്ങി നിൽക്കുന്ന ദൈവത്തിന്റെ തേജസ്, അത് മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ദൈവത്തിനെ മുഖത്തോട് മുഖം നോക്കി നിൽക്കുവാൻ ഒരു തലമുറ എഴുന്നേൽക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ഇറങ്ങി വരുന്നൊരു ദൈവ തേജസ്സുണ്ട്. മനസ്സിലാക്കുന്ന ദൈവ പൈതലിനായി ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യുക. ഈ വെളിച്ചത്തോടുള്ള ബന്ധത്തിൽ ദൈവമക്കൾ പഠിക്കുകയാണെങ്കിൽ ഒരു ദൂതൂടെ പറഞ്ഞ് മുമ്പോട്ട് പോകാം. ഈ പ്രാകാരം ദൈവമക്കൾ ശ്രദ്ധിച്ചു നോക്കിയോ? ഈ പ്രാകാരത്തിൽ പുരോഹിതന്മാർ ശുശ്രൂഷിക്കുന്നത് മുകളിൽ നിന്നുള്ള സൂര്യപ്രകാശമാണ്. സൂര്യപ്രകാശത്തിൻ്റെ തണലിൽ നിന്നുകൊണ്ടാണ് പ്രാകാരത്തിൽ അവർ ശുശ്രൂഷിക്കുവാനായിട്ടിടയാകുന്നത്. എന്നാൽ വിശുദ്ധ സ്ഥലത്തേക്കൊന്ന് കയറിയാൽ അവിടെ സൂര്യപ്രകാശമില്ല, മണ്ണെണ്ണ വിളക്കില്ല, ഇലക്ട്രിസിറ്റി ഇല്ല. അവിടെ കത്തണമെങ്കിൽ സ്തോത്രം ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയാൽ കത്തുന്നൊരു കവരവിളക്കുണ്ടായിരിക്കണം. ഇനി അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ചേ, അവിടെ സൂര്യപ്രകാശമില്ല, അവിടെ കവരവിളക്കില്ല. സ്തോത്രം, സ്തോത്രം. അതിപരിശുദ്ധ സ്ഥലത്ത് വർഷത്തിലൊരിക്കൽ മഹാപുരോഹിതൻ സ്തോത്രം തൻ്റെയും ജനത്തിൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി അറുക്കപ്പെട്ട കുഞ്ഞാടിൻ്റെ കാളക്കിടാവിൻ്റെ രക്തവുമായിട്ട് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ചെന്ന് ഹല്ലേലൂയ ശുശ്രൂഷിക്കുമ്പോൾ അവിടെ ദൈവമൊക്കെ ശ്രദ്ധിക്കണം, സൂര്യപ്രകാശമില്ല, കവരവിളക്കില്ല, അവിടുത്തെ പ്രകാശം ദൈവത്തിൻ്റെ തേജസ്സാണ്. ഇന്ന് പകൽക്കാലം ഇവിടെ വന്നിരിക്കുന്ന ദൈവമക്കളെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് ദൂത് പറയുന്നത്, സ്തോത്രം, സ്തോത്രം, യാഗപീഠത്തിൻ്റെ മുമ്പിൽ നീ കറങ്ങി നിൽക്കുവാനല്ല, ഒന്നുകൂടെ പറഞ്ഞാൽ കവരവിളക്കിൻ്റെയും പ്രകാശം കൊണ്ട് അല്പം നീ മുമ്പോട്ട് പോകാനല്ല. ഈ 13-ാമത്തെ ദിവസം ദൈവാത്മാവ് ജനത്തെ വിളിക്കുന്നത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി വരാനാണ്. എത്ര പേർക്ക് നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? അതിപരിശുദ്ധ സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ ദൈവമക്കളുടെ വിടുതൽ അവിടെ കിടക്കുന്നത്. ഇന്ന് പകൽക്കാലം നിന്റെ ഭാരമേറിയ ചില വിഷയത്തിന് തേജസ്സിന്റെ അടുക്കൽ കയറി വരുവാൻ തയ്യാറുള്ളൊരു തലമുറയുണ്ടെങ്കിൽ അവിടെ ദൈവത്തിന് വിടുതൽ വ്യാപരിക്കാനായിട്ട് പോകുക.
ശ്രദ്ധിക്കണേ, എബ്രായ ലേഖനം എടുത്ത 4-ാം അധ്യായം 16-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. എബ്രായ ലേഖനം 4-ാം അധ്യായം 16-ാമത്തെ വാക്യം. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാനും നാം ധൈര്യത്തോടെ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ചെല്ലുക. ഇന്ന് പകൽക്കാലം ദൈവമൈതലേ, സഹായത്തിലുള്ള കൃപ വെളിപ്പെടുന്നത് പിടിപാടുകളുടെ മുമ്പിലല്ല, ആൾശേഷിയുടെ ബലത്തിലല്ല. ഇന്ന് പകൽ ദൈവാത്മാ വിളിച്ചു പറയുന്നു, കൃപാസനത്തിന് മുമ്പിലാ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. പഴയ നിമിത്തം എല്ലാവർക്കും കൃപാസനത്തിന്റെ അടുക്ക് ചെല്ലാൻ പറ്റത്തില്ലായിരുന്നു. എന്നാൽ ദേഹമെന്ന തിരശ്ശീല നമുക്കായി രണ്ടായി കീറിക്കൊണ്ട് പുത്രൻ തമ്പുരാൻ കാൽവറിയിൽ സമ്പാദിച്ച രക്ഷയാൽ വേർപാടിന്റെ നടിച്ചുമരവൻ ഇടിച്ചു മാറ്റിയിട്ട് ഇരുപക്ഷത്തെയും ഒന്നാക്കി തീർത്തുകൊണ്ട് നമുക്ക് ഇന്ന് പകൽക്കാലം ഈ 13-ാമത്തെ ദിവസം പ്രാകാരത്തിൽ നിൽക്കണ്ട, വിശുദ്ധ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കണ്ട, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഒരു വാതിൽ ദൈവം തുറന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മർമ്മം ഗ്രഹിക്കുന്നവർ ഇന്ന് പകൽ സ്തോത്രം ചെയ്തോണേ. നീ പ്രാകാരത്തിൽ കറങ്ങി നിൽക്കാനല്ല ഇന്ന് പകൽ ദൈവം ആഗ്രഹിക്കുന്നത്, അതിപരിശുദ്ധ സ്ഥലത്തേക്ക് ഓടി വരാനാ. അതിപരിശുദ്ധ സ്ഥലത്ത് ഇന്ന് പകൽ വന്ന ദൈവമൈതലേ, നിന്റെ വിടുതൽ അവിടെ കിടക്കുക, സഹായത്തിനുള്ള കൃപ അവിടെ നിൽക്കുന്നത്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ഉടമന ഹർത്തന ജഗൽ ഘടകസിയാല, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, ആർക്കും തൊടാൻ കഴിയാത്ത, ആർക്കും ഹല്ലേലൂയ ആമൻ വിടിവിക്കുവാൻ കഴിയാത്ത ഭാരമേറിയ ചില വിഷയത്തിന് മുമ്പിൽ ഇന്ന് പകൽ നീ ആമൻ ഭാരപ്പെടുന്ന വ്യക്തിയാണെങ്കിൽ കൃപാസനത്തിന്റെ അടുക്കലേക്ക് ഇന്ന് പകൽ ഓടി വരിക. ഒരു ജയം അവിടെയുണ്ട്. ഷുഡ റമന ഹദന റമന ഉടബ ധമന രഗദ വൈശ മാന ഉടബ ജഗൽഖര വൈഡ മന സന്ധര. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞാൻ ഈ സന്ദേശം ഇന്ന് പകൽക്കാലം ഇവിടെ പറയുമ്പോൾ തന്നെ ദൈവമക്കൾക്കൊരു ദൂത് പറയുകയാണ്. ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത, ആർക്കും നിന്നെ സഹായിക്കാൻ കഴിയാത്ത എത്ര വലിയ വിഷയത്തിൽ കൂടെ ഈ ഉപവാസ പ്രാർത്ഥനയുടെ ദിവസങ്ങളിൽ നീ കടന്നു പോകുന്നെങ്കിലും ആത്മാവചനത്തിന്റെ വെളിപ്പാടിൽ ഒരു ദൂത് കൈമാറട്ടെ. കൃപാസനത്തിന്റെ അടുക്കൽ നിന്റെ വിടുതലുണ്ട്. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? ഉറപ്പിച്ച് ദൈവാത്മാവ് ദൂത് പറയുക, നിന്റെ എത്ര വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വിഷയമാണെങ്കിലും കൃപാസനത്തിന്റെ മുമ്പിൽ, ക്രിസ്തുവിന്റെ മുമ്പിൽ അതിന് പരിഹാരമുണ്ട്. ഉടമന ഹർധന ബൗഷ റമന. യേശുവിന്റെ നാമത്തിൽ ചില വ്യക്തിത്വങ്ങൾ പ്രാപിക്കട്ടെ. കർത്താവേ, ഈ വിഷയത്തിന് എവിടെ മറുപടി കിട്ടും? എവിടെ വിടുതൽ കിട്ടും? എവിടെ ഒരു ഉദ്ധാരണം നടക്കും? ഇന്ന് മകൻ നീ ഭാരപ്പെടുമ്പോൾ നിരാശപ്പെട്ടു പോകരുത്. ആമേൻ. നിന്റെ വിഷയത്തിന്റെ വിടുതൽ കൃപാസന ജനം ഇന്ന് പകൽക്കാലം ബലപ്പെട്ട ആത്മാവിൽ ബലപ്പെടട്ടെ. ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, ആർക്കും വിടുവിക്കുവാൻ കഴിയാത്ത, ആർക്കും തൊടുവാൻ കഴിയാത്ത ചില വിഷയത്തിന്റെ വിടുതൽ 13-ാമത്തെ പകൽക്കാലം ദൈവസന്നിധിയിലുണ്ട്, കൃപാസനത്തിന് മുൻപിലുണ്ട്. ഹല്ലേലൂയ. ഞാൻ കർത്താവിനെ സ്തോത്രം ചെയ്യാം. അല്പം കൂടെ നമുക്ക് മുമ്പോട്ട് പോകാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവമക്കൾ ശ്രദ്ധിക്കണം, മോശയ്ക്ക് ഈ തേജസ് മോശ കണ്ടത് കത്തുന്ന തീ പോലാണ്. 70 മൂപ്പന്മാര് ഈ തേജസ് കണ്ടത് അവൻ നീല നിറത്തിൽ, ആകാശത്തിന്റെ നീല നിറത്തിലാണ്. യെഹെസ്കേൽ കണ്ടത് മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ വെളിപ്പെടുന്ന വില്ലുപോലെ കണ്ടെങ്കിൽ, സ്തോത്രം, ഈ തേജസ് പഴയ നിമത്തിൽ വെളിപ്പെട്ട് നിന്നത് ആമൻ സമാഗമന കൂടാരത്തിന്റെ ആമൻ ഫേസിലോ അതിപരിശുദ്ധ സ്ഥലത്ത് ആമൻ കെരൂബിന്റെ നടുവിൽ തേജസ് ഇറങ്ങി വന്നെങ്കിൽ, സ്തോത്രം, സ്തോത്രം, സ്തോത്രം. എബ്രായ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, ഹല്ലേലൂയ, കൃപാസനത്തിന്റെ അടുക്കൽ വരിക, നിന്റെ വിഷയത്തിന്റെ വിടുതൽ പരിശുദ്ധാത്മാവ് അവിടെ വെച്ചിരിക്കുക. ഇന്ന് പകൽ എത്ര പേർക്ക് വിശ്വസിക്കാൻ പറ്റും? പണത്തിന് ചെയ്യാൻ കഴിയാത്തത്, പിടിപാടിന് ചെയ്യാൻ കഴിയാത്തത്, രാഷ്ട്രീയ ബന്ധങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്തത് ദൈവത്തിന്റെ തേജസ്സിന് ചെയ്യാൻ കഴിയുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ സ്തോത്രം ചെയ്യണം.
ഹുറാമന ശന്തരാധന ഉഡാമന സന്തരാജ. തേജസ്സിന് മുമ്പിൽ വാ, നിന്റെ വിഷയത്തിന് പരിഹാരം പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ കൽപ്പിക്കുകയാണ്. ഒരു സംഭവം വഴി നിമിത്തം നമുക്ക് കാണാം. മോശയുടെയും അഹരോന്റെയും പൗരോഹിത്യത്തിനെതിരായിട്ട് ഇസ്രായേൽ മക്കൾ പ്രതിസന്ധി ഉണ്ടാക്കുമ്പം മോശ വിഷയമായിട്ട് ദൈവസേനയിൽ കടന്നു വന്നു. ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ ഒരു കാര്യം ചെയ്യണം. 12 ഗോത്രത്തിൽ നിന്ന് 12 വടി വെട്ടി, സ്തോത്രം സ്തോത്രം, സമാഗമന കൂടാരത്തിൻ്റെ അടുക്കൽ തിരുനിവാസത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞു. ഹല്ലേലൂയ. മോശ പറഞ്ഞു, 12 മൂപ്പന്മാര് 12 വടി വെട്ടി. ഓരോ സ്തോത്രം സ്തോത്രം ഗോത്രത്തിൻ്റെയും വടിക്ക് പ്രതിനിധാനമായി അവൻ ഓരോ വടിയേൽ അവൻ ഗോത്രത്തിൻ്റെ പേരെഴുതുമ്പോൾ ലേവിയുടെ വടിക്ക് മാത്രം അഹരോന്റെ പേരെഴുതണം. സ്തോത്രം സ്തോത്രം. അവരെ ആ വിഷയം സമാഗമന കൂടാരത്തിൽ അവൻ പെട്ടകത്തിൻ്റെ മുമ്പിൽ വിഷയം കൊണ്ടുവന്നു. എന്താ സംഭവിച്ചെന്നറിയാമോ? വിഷയം ഇതാ, ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വടി, ചേർന്ന് പറഞ്ഞാട്ട്, ദൈവം തിരഞ്ഞെടുക്കുന്നവൻ്റെ വടി, ഹല്ലേലൂയ, 12 മണിക്കൂർ കൊണ്ട് 11 വടി ഉണങ്ങിയപ്പം ലേവിയുടെ വടി തളിർത്തു, പൂത്തു, ബദാംഫലം കായ്ച്ചു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും. എത്ര പേർക്ക് നമുക്ക് സ്തോത്രം ചെയ്യാൻ പറ്റും? ദൈവം തെരഞ്ഞെടുത്തവൻ്റെ വടി തളിർക്കും. ഒന്നുകൂടെ ഞാൻ പറഞ്ഞ, കൃപാസനത്തിന്റെ മുമ്പിൽ നിന്റെ വിഷയം കൊണ്ടുവന്നാൽ ഇന്ന് പകൽക്കാലം വിടുതലുണ്ട്. ഞാനൊരു പുസ്തകത്തിൽ വായിച്ചത്, ഒരു ബദാം വൃക്ഷത്തിൻ്റെ ചെടി നട്ട് അത് വലുതായി അത് ഫലം കായ്ക്കണമെങ്കിൽ 12 വർഷം എടുക്കുമെന്ന. സ്തോത്രം സ്തോത്രം. 12 വർഷം എടുക്കുമെന്ന. അങ്ങനെയാണെങ്കിൽ ദൈവമക്കളെ ശ്രദ്ധിക്കണം, സ്വാഭാവികമായി 12 വർഷം കൊണ്ട് ഫലം കായ്ക്കേണ്ടുന്ന ഒരു വിഷയം തേജസ്സിന്റെ മുമ്പിൽ വന്നപ്പോൾ 12 മണിക്കൂർ കൊണ്ട് അത് ഫലം കായ്ച്ചെങ്കിൽ, വർഷങ്ങളായി നിന്റെ ജീവിതത്തിൽ നടക്കാത്ത ചില വിഷയം ഈ ഉപവാസ പ്രാർത്ഥനയില് കൃപാസനത്തിന് മുമ്പിൽ കൊണ്ടുപോവാ. അത്ഭുതകരമായ വിടുതൽ തന്നുകൊണ്ട് നിന്നെ വിടിവിപ്പാൻ എന്റെ ദൈവം ഇന്ന് പകൽ ശക്തനായിട്ട് ഇവിടെയുണ്ട്. വിശ്വസിക്കുന്ന ദൈവം ഇത് ചേർത്ത് സ്തോത്രം പറയണം. രമന ഹസ്തജ രക്ഷസിയാര. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, യേശുവിൻ്റെ നാമത്തിൽ ജയം. വിശ്വസിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുക. വർഷങ്ങളെടുത്ത് കരഞ്ഞ ചില വിഷയത്തിന്, വർഷങ്ങളെടുത്ത് പ്രാർത്ഥിച്ച ചില വിഷയത്തിന്, വർഷങ്ങളെടുത്ത് ഉപവസിച്ച ചില വിഷയത്തിന് അവൻ നീണ്ട വർഷങ്ങളായി മറുപടി കണ്ടിട്ടില്ലെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിന്റെ നടുവിൽ ഇടപെടുന്നത് ഉപവാസത്തിന്റെ 13ാമത്തെ പകൽക്കാല് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ദൈവം തെരഞ്ഞെടുത്തവന്റെ വടി തളിർക്കും. ഷുഠ റമാന സംധ രജാന സിയാര. ദൂതിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. മോശ പർവ്വതത്തിൽ കണ്ട തീയ്, യഗസ്കേൽ മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കണ്ട വില്ല്, ഇസ്രായേലിൻ്റെ അവൻ പ്രയാണയാത്രയിൽ അവൻ സമാഗമന കൂടാരത്തിൻ്റെ അതിപരിശുദ്ധ സ്ഥലത്ത് സ്തോത്രം കെരൂബുകൾക്ക് അവൻ നടുവിൽ വെളിപ്പെട്ട ദൈവത്തിൻ്റെ അവൻ തേജസ്. സ്തോത്രം. മോശ അതൊന്ന് അനുഭവിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. സ്തോത്രം സ്തോത്രം സ്തോത്രം. ദൈവം മോശയെ പർവ്വതത്തിന് മുകളിലേക്ക് വിളിച്ചു. ദൈവം തീ കൊണ്ട് കൽപ്പലകയിൽ പ്രമാണം എഴുതുവാനായിട്ടിടയായി. ഒരു ചരിത്രകാരൻ എഴുതി വെച്ചത്, ദൈവം തൻ്റെ വിരലുകൾ കൊണ്ട്
കൽപ്പലകയിൽ എഴുതിയപ്പം ആ കല്ല് ഉരുകി താഴോട്ടിറങ്ങിയെന്ന്. ദൈവത്തിൻ്റെ വിരലെന്ന് പറയുന്ന തീയായിരുന്നു. തീ കൊണ്ട് എഴുതുമ്പോൾ അവൻ കല്ല് ഉരുകി ഇറങ്ങിയതുപോലെ ആ കാഴ്ച എത്ര ഭയങ്കരമായിരുന്നു. ചേർത്ത് സ്തോത്രം പറയണേ. ഹല്ലേലൂയ. ദൈവം പർവ്വതത്തിന് മുകളിൽ കല്ലിൽ എഴുതുകയാ, ഞാനല്ലാതെ അന്യ ദൈവം നിങ്ങൾക്ക്. ഈ അവസരത്തിൽ പാളയത്തിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാമോ? അഗരോന്റെ നേതൃത്വത്തിൽ സ്വർണമെല്ലാം അവർ പറിച്ചെടുത്ത് തീക്കകത്തിട്ട് എന്തോ ഉണ്ടാക്കിയാണ്? കാളക്കുട്ടിയെ ഉണ്ടാക്കിയ. തീർന്നില്ല. ആ കാളക്കുട്ടിയെ പൊക്കിക്കൊണ്ട് അവർ പറയുക, അല്ലയോ കാളക്കുട്ടി, നീയാണ് ഞങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നത്. സ്തോത്രം. അവര് കാളക്കുട്ടിയെ ഉയർത്തിക്കൊണ്ടിരുന്നപ്പോൾ ദൈവം മോശയോട് പറഞ്ഞു, മോശേ, നീ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്ന ജനത്തെ ഞാൻ സംഗ്രഹിക്കാനായിട്ട് പോകുക. മോശ ഇടിവിൽ നിൽക്കുന്നു. ഇന്ന് പകൽക്കാലം, ഈ 13ാമത്തെ പകൽക്കാലം, ചില വിഷയത്തിന്റെ നടുവിൽ ഇടിവിൽ നിൽക്കുന്ന ചില മോശമാർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇടിവിൽ നിൽക്കുവാൻ തയ്യാറായ ചില അനർത്ഥങ്ങൾ വഴിമാറാൻ പോകുക. ചില ഹല്ലേലൂയ അപകടങ്ങൾ വഴിമാറാൻ പോകുക. യേശുവിന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ഏറ്റെടുക്കട്ടെ. പുറപ്പാട് പുസ്തകത്തിലെ സംഭവങ്ങൾ അറിയാം. ഞാൻ തേജസ്സിലേക്ക് വരുന്നതുകൊണ്ട് ആ ഭാഗങ്ങൾ വിടുക. മോശ ഇറങ്ങി വന്നു, കൽപ്പലക എറിഞ്ഞ് ഉടച്ചു. സ്തോത്രം. കാളക്കുട്ടിയെ തീക്കകത്തിട്ട് ചുട്ടു. അവൻ യഹോവയുടെ പക്ഷത്തുള്ളവൻ. മാറി നിൽക്കാൻ പറഞ്ഞു. ലേവി ഗോത്രം മാറി നിന്നു. 3000 പേരെ അന്ന് കൊന്നൊടുക്കാനായിട്ടിടയായി. അടുത്തതായിട്ട് ദൈവം മോശയോട് പറയുന്നൊരു ഭാഗമുണ്ട്. മോശേ, ഇനിയും ഞാൻ ഈ ജനത്തിൻ്റെ നടുവിൽ വസിക്കത്തില്ല. സ്തോത്രം. ഞാൻ അയക്കുവാൻ, നിങ്ങളെ നയിക്കാൻ ഒരു ദൂതനെ അവൻ നിങ്ങളുടെ മുമ്പിൽ അയക്കാൻ പോകുക. പക്ഷെ ഞാൻ വരത്തില്ല. മോശ ദൈവത്തോട് പറയുക, അല്ലയോ ദൈവമേ, നിന്റെ സാന്നിധ്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഞങ്ങളുടെ നടുവിലൊരു ദൂതൻ നടന്നാൽ പറ്റത്തില്ല. ഞങ്ങൾക്ക് വേണ്ടി നിന്റെ സാന്നിധ്യമാണ്. മോശ എന്താ ചെയ്തെന്നറിയാമോ? ജനത്തിൻ്റെ ഇടയിൽ നിന്നും ഇറങ്ങി അല്പം മുമ്പോട്ട് മാറി അവിടെ ഒരു കൂടാരം അടിക്കാനായിട്ടിടയായി. ആ കൂടാരത്തിന് സമാഗമന കൂടാരം എന്ന് പേർ വിട്ടു. സ്തോത്രം. ദൈവമൊക്കെ ശ്രദ്ധിക്കണം, സാക്ഷാൽ സമാഗമന കൂടാരം ഇതുവരെ ഉണ്ടായിട്ടില്ല. ബെസലേലിന് ദൈവം ആലോചന കൊടുക്കുന്നതേ ഉള്ളൂ. പിന്നെ എന്താണ് ഈ സമാഗമന കൂടാരം? അതിന് വേണമെങ്കിൽ നമുക്ക് ഒരു പ്രയർ ടവറെന്നോ ഒരു ടെൻ്റെന്നോ ഒക്കെ പറയാം. ജനത്തിൻ്റെ നടുവിൽ വാസ്തവത്തിൽ ദൈവമില്ല. കാരണം അവർ ദുശാഠ്യമുള്ള ജനമാണ്. അവരുടെ നടുവിൽ നടന്നാൽ അവരെ കൊന്നുകളയാനായിട്ടിടയാ. ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാറി മോശ അപ്പുറത്ത് മാറി ഒരു കൂടാരം അടിച്ചു. എന്താ സംഭവിച്ചെന്നറിയാമോ? മോശ ആ കൂടാരത്തിൽ ചെന്നപ്പോൾ ദൈവം അവിടെ ഇറങ്ങി വന്നു. ദൈവമൊക്കെ സ്തോത്രം ചെയ്യണേ. മോശ ഇതുവരെ കണ്ടത് കെരൂബുകളുടെ നടുവിൽ ഇറങ്ങി വന്ന ദൈവതേജസ്സേ അവൻ കണ്ടുള്ളൂ. പക്ഷേ നിയോഗിക്കപ്പെട്ടവൻ ഒരു കൂടാരം അടിച്ചപ്പോൾ ദൈവം അവിടേക്ക് ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽ പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ഒരു ദൂത് ദൈവമ്മ പറയാ, ഇതുവരെ നീ കാണാത്ത ചലിക്കുന്നൊരു ദൈവ സാന്നിധ്യം, ദൈവത്തിന്റെ അഭിഷക്തൻ കടന്നു ചെല്ലുന്നിടത്തേക്ക് ആ സാന്നിധ്യം ഇറങ്ങി വരാൻ പോകുക. ഇതൊരു ദൂത ഏറ്റെടുത്ത് സ്വോത്രം ചെയ്തോണം. നീ ഒരു കുടുംബത്തിലേക്ക് ചെന്നാൽ, നീ ഒരു സഭയിലേക്ക് ചെന്നാൽ, നീ ഒരു ദേശത്തേക്ക് ചെന്നാൽ, അവിടേക്ക് ദൈവ സാന്നിധ്യം നിനക്ക് വേണ്ടി ഇറങ്ങാൻ പോകുക. ചേർന്ന് ദൈവത്തിന് ജനം സ്തോത്രം പറയുമോ? ദൈവമൊക്കെ സ്തോത്രം ചെയ്യുമോ? ഇന്ന് പകൽക്കാലം ഒരു ഭയങ്കര ആലോചന ദൈവാത്മാവ് നൽകി തരുന്നല്ലോ. ചലിക്കുന്നൊരു ദൈവ സാന്നിധ്യം, ചലിക്കുന്നൊരു ദൈവ സാന്നിധ്യം. ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് നീ ചില കുടുംബത്തിലേക്ക് ചെന്നാൽ മതി. യേശുവിന്റെ നാമത്തിൽ കരമുയർത്തുമ്പോൾ അവിടുത്തെ സാന്നിധ്യം അവിടെ ഇറങ്ങട്ടെ. ഊരാമാന ശംധരാജന ചില നോർത്ത് ഇന്ത്യൻ ഗ്രാമങ്ങൾ ഡാർക്ക്നെസ് മൂടിക്കിടക്കുന്ന, ഇരുട്ട് മൂടിക്കിടക്കുന്ന ചില ദേശങ്ങളിലേക്ക് പരിശുദ്ധമായ ചില അയക്കാൻ പോകുക. ചലിക്കുന്ന സാന്നിധ്യമായി
ഇന്ന് പകൽ സ്തോത്രം ചെയ്തോണേ. ഇതുവരെ കെരൂബുകളുടെ നടുവിൽ ഇറങ്ങി വന്ന സാന്നിധ്യം മോശ ചെല്ലുന്നിടത്തേക്ക് ചെല്ലാൻ പോകുക. മോശയോട് ദൈവം പറയുക, മൈ പ്രസൻസ് ഷാൽ ഗോ വിത്ത് യു. എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ പോരും. എത്ര പേര് ഇന്ന് പകൽ കൊതിക്കുന്നുണ്ട്? ഒരു ദൈവ സാന്നിധ്യം കൊതിക്കുന്ന എത്ര പേരുണ്ടെന്ന് പകൽക്കാലം? ഈ ആരാധന കഴിഞ്ഞ് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ നീ ഒറ്റയ്ക്കല്ല പോകുന്നത്. നീ അവിടെ കര ഉയർത്തിയാൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങാൻ പോകുക. പൈശാചിക മണ്ഡലങ്ങൾ ഇനി ഒതുങ്ങിയിരിക്കാൻ പറ്റത്തില്ല. തീയുടെ അഭിഷേകം. സ്തോത്രം. ദൈവം അവന് ഉറപ്പ് കൊടുത്തു, എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ വരും. മോശ അതിലും തൃപ്തനല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ പറയുന്ന, കർത്താവേ, ദൂതനെ അയച്ചാൽ മാത്രം ഞാൻ തൃപ്തനല്ല. സാന്നിധ്യം വന്നാലും പോരാ, എനിക്കവിടുത്തെ തേജസ് വേണം. എനിക്കവിടുത്തെ തേജസ് വേണം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ഒരു ശുശ്രൂഷ കൊണ്ട് അവസാനിക്കുന്ന ഒരു തലമല്ല ദൈവാത്മാവിടെ തൊടുന്നത്. തേജസ്സിൽ നിന്നുകൊണ്ടുള്ള ശുശ്രൂഷ. അത് വിശ്വാസികൾക്ക്, കർത്തൃദാസന്മാർക്ക്, ആവശ്യമുള്ള എല്ലാവർക്കും ഇന്ന് പകൽ ദൈവാത്മാവ് വെളിപ്പെടുത്തുകയാണ്. ചലിക്കുന്ന ദൈവ സാന്നിധ്യം പോരാ, തേജസ് കാണുന്ന ഒരു സാന്നിധ്യം. മോശയോട് ദൈവം പറഞ്ഞു, മോശേ, നിന്റെ ആഗ്രഹം നല്ലതാണെങ്കിലും നിന്റെ ഈ ശരീരത്തിൽ ആ തേജസ് വഹിപ്പാനുള്ള കപ്പാസിറ്റി ഇല്ല. സ്തോത്രം. എൻ്റെ തേജസ് നിന്റെ മേൽ ഇറങ്ങിയാൽ നീ കരിഞ്ഞു പോകും. എന്നാൽ എനിക്കൊരിടമുണ്ട്. ഞാൻ നിന്നെ അവിടേക്ക് കൊണ്ടുപോകാൻ പോകുക. എന്താ തമ്പുരാൻ ചെയ്തെന്നറിയാമോ? മോശയെ കൊണ്ടുചെന്ന് ഒരു പാറയുടെ പിളർപ്പിലേക്ക് ഇരുത്തി. ദൈവത്തിന്റെ കൈ കൊണ്ട് അവനെ മറച്ചു. അല്പസമയം കഴിഞ്ഞപ്പോ എന്താ സംഭവിച്ചെന്നറിയാമോ? ദൈവം അതുവഴി കടന്നുപോയി. തേജസ് അതുവഴി കടന്നുപോയി. എന്താ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്ന? മോശ ദൈവത്തിൻ്റെ പിൻഭാഗം കണ്ടെന്ന്. സ്തോത്രം. സ്തോത്രം. ദൈവത്തെ ആയതുപോലെ കാണാൻ മോശയുടെ ശരീരത്തിന് കപ്പാസിറ്റി ഇല്ല. ഇത് മണ്ണ് കൊണ്ടുള്ള ശരീരമാ. ദൈവം തീയ. കാണാനുള്ള ശക്തി മോശയ്ക്ക് പറ്റത്തില്ല. അതുകൊണ്ട് അവനെ പിടിച്ചൊരു പാറയുടെ പിളർപ്പിൽ ഇരുത്തിയിട്ട് ദൈവം തന്നെ കൈ കൊണ്ട് മറച്ചിട്ട് ദൈവം അതുവഴി കടന്നുപോയി. മോശ അവന്റെ പിൻഭാഗം കണ്ടു. എന്താ അർത്ഥം? കഴിഞ്ഞ ദിവസം ഞാൻ പഠിച്ചപ്പോൾ മനസ്സിലായത്, സൂര്യൻ ശക്തിയോടെ നട്ടുച്ച സമയത്ത് പ്രകാശിച്ചു നിന്നാൽ ഒറ്റ മനുഷ്യനും ഡയറക്റ്റ് കണ്ണുകൊണ്ട് നോക്കാൻ പറ്റത്തില്ല. പിന്നെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റും. എവിടെ? ശംഖുമുഖത്തോ അതുപോലെയുള്ള സ്ഥലത്ത് സൂര്യൻ അസ്തമിക്കുന്ന സമയത്ത് ഒരു തീഗോളം പോലെ മറയുന്നത് നമുക്ക് കാണാം. ഈ കാഴ്ചയാ മോശ കണ്ടത്. മനസ്സിലാക്കുന്നവർ സ്തോത്രം ചെയ്തോണേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തമ്പുരാൻ മറഞ്ഞു കഴിഞ്ഞപ്പോഴുള്ള കാഴ്ചയാ മോശ കണ്ടത്. പക്ഷെ മോശയോട് ദൈവം പറയുന്നു, ഹല്ലേലൂയ, മോശേ, നിനക്കിപ്പോൾ ഇത് കാണാൻ കഴിയത്തില്ലെങ്കിലും ഒരു തലമുറ തേജസ് കാണാൻ പോകുക. ഇപ്പൊ നിനക്കെന്നെ കാണാൻ പറ്റത്തില്ല. എനിക്ക് പല മുഖങ്ങളുണ്ടെന്ന്. ചില സമയത്ത് ഞാൻ കോപിച്ചെന്ന് വരും, ചില സമയത്ത് ഞാൻ സ്നേഹിച്ചെന്ന് വരും, ചില സമയത്ത് അല്ല എൻ്റെ ഉഗ്ര തീഷ്ണത വെളിപ്പെട്ടെന്ന് വരും. അതുകൊണ്ട് ഈ തലമുറയിലുള്ളവർക്ക് എന്നെ കാണാൻ പറ്റത്തില്ല. എന്ന മോശയ്ക്ക് ദൈവം ഒരു വെളിപ്പാട് പറയുക, ഒരു പിളർക്കപ്പെട്ട പാറയ്ക്കകത്ത് കയറിക്കോ, നീ ദൈവത്തിന്റെ തേജസ് കാണാൻ പോകുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് പകൽക്കാൻ ഞാൻ ആ ദൂതിലേക്ക് നിങ്ങളെ കൊണ്ടുവരികയാണ്. സ്തോത്രം. 2 കൊരിന്ത്യ ലേഖനത്തിലേക്ക് ദൈവമക്കൾ വരണം.
പ്രൈസ് ദി ലോർഡ്. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങളൊന്ന് വായിച്ചേ. 1 കൊരിന്ത്യ ലേഖനം 2-ാം അധ്യായം 7-8 വാക്യങ്ങൾ. ദൈവം ലോക സൃഷ്ടിക്ക് മുന്നമേ, ശ്രദ്ധിക്കണേ, നമ്മുടെ തേജസ്സിനായി മുൻനിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിന്റെ ജ്ഞാനമത്രേ മർമ്മമായിട്ട് ഞങ്ങൾ പ്രസ്താവിക്കുന്ന അടുത്ത വാക്യം. അത് ഈ ലോകത്തിന്റെ പ്രഭുക്കന്മാരാരും അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നു എങ്കിൽ തേജസ്സിന്റെ കർത്താവിനെ ഒരു സ്തോത്രം പറയാൻ പറ്റുമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ എത്ര പേര് ഈ മെസ്സേജിനകത്ത് വന്നെന്ന് എനിക്കറിയത്തില്ല. ഞാനൊരു പ്രധാനപ്പെട്ട വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുക. നിങ്ങൾ ആ ദൂതിലേക്ക് കടന്നു വരണം. പ്രൈസലോ, ദൂത് ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കാം. പടിനിമത്തിൽ മോശയ്ക്ക് സീനായുടെ കൊടുമുകളിൽ കത്തുന്ന തീ പോലെ വെളിപ്പെട്ട തേജസ് 70 മൂപ്പന്മാർ കാണുമ്പോൾ ദൈവത്തിന്റെ പാദങ്ങൾക്ക് കീഴെയുള്ള ആ പ്രത്യേക അനുഭവം അവർ കണ്ടത്. യഹസ്കേൽ കണ്ടത് മഴയുള്ള ദിവസങ്ങൾ മേഘലിൽ വിളച്ച വില്ലുപോലെ കണ്ടത്. സമാഗമന കൂടാരത്തിന്റെ 2 കെരൂബുകളുടെ നടുവിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ്. സ്തോത്രം, സ്തോത്രം. മോശ കാണാൻ ആ തേജസ് ആഗ്രഹിച്ചു. പക്ഷെ അവന്റെ ശരീരത്തിനോ കണ്ണിനോ കാണാൻ കഴിയാത്ത ദൈവ തേജസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലസമ്പൂർണത വന്നപ്പോൾ ആ തേജസ് ചുരുങ്ങി 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 ചുരുങ്ങി. ഹല്ലേലൂയ. ആ തേജസ് ചുരുങ്ങി 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 ഒരു സ്ത്രീയുടെ ഉദരത്തിനകത്തേക്ക് കയറി. ഒരു സാധാരണ കുഞ്ഞ് പിറന്നു വീഴുന്നത് പോലെ ആ തേജസ് ഈ ഭൂമിയിൽ ഉണ്ടായിരുന്നു. നമ്മുടെ തേജസ്സിന് വേണ്ടി സ്വർഗമൊരുക്കിയ ആ ദൈവത്തിന്റെ പദ്ധതിയെ ആ കാലഘട്ടത്തിലെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ലെന്ന്. അതൂതിലേക്ക് ദൈവമക്കൾ ഒന്ന് വന്നാട്ടെ. ക്ഷീണങ്ങൾ മാറി ദൈവമക്കൾ വന്നാട്ടെ. നമ്മുടെ തേജസ്സിന് വേണ്ടി ദൈവം ഒരുക്കി വെച്ച ആ തേജസ്സിന്റെ കർത്താവിനെ ഈ ലോകത്തിലെ പ്രഭുക്കന്മാർ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അവർ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. അവൻ പാലസ്തീന്റെ മലമടക്കുകൾ കൂടെ അവന്റെ പാദസ്പർശനം വെച്ച് രോഗികളെ തൊട്ട് സൗഖ്യമാക്കി അത്ഭുതം അടയാളം ചെയ്ത് കുഷ്ഠരോഗിയെ തൊട്ട ആ തേജസ് അവൻ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ. പക്ഷേ തേജസ് കണ്ടൊരു തലമുറ ഇന്ന് പകൽ ഇവിടെ ഇരിപ്പുണ്ട്. അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ലോകത്തിന്റെ പ്രഭുക്കന്മാരെ തള്ളിയത് കൊണ്ട് ഒരു യോഗ്യതയില്ലായിരുന്ന നിന്നെ ദൈവം തെരഞ്ഞെടുത്തു. നമ്മെ ഓരോരുത്തരെയും ദൈവം തെരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. കർത്താവിനെ രക്ഷകനായി ഹൃദയത്തിനകത്ത് സ്വീകരിക്കുമ്പോൾ എന്താ കൊലോസ്യ ലേഖനത്തിൽ പൗലോസ് എഴുതി വച്ചിരിക്കുന്നത്? 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിലേക്ക് വന്നേ. 26, 27 വാക്യങ്ങൾ. സ്തോത്രം, സ്തോത്രം. ദൈവമൊക്കെ ശ്രദ്ധിച്ചോ? ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു. നിങ്ങൾക്കിത് വായിച്ചിട്ടൊന്നും തോന്നില്ലേ? മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളിൽ. ഓ, ചേർന്ന് സ്തോത്രം പറയണേ. ഈ വചനം ഇത്രയും ശ്രദ്ധിച്ചവർക്ക് ഇനി അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. സ്തോത്രം, 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 സ്തോത്രം. ദൈവമക്കൾ കയറി വന്നാട്ടെ. ഒന്നുകൂടെ ഞാൻ ദൂതെന്ന് ആവർത്തിക്കട്ടെ. മോശയ്ക്ക് സീനായുടെ കൊടുമുകളിൽ കത്തുന്ന തീ പോലെ വെളിപ്പെട്ട തേജസ് 70 മൂപ്പന്മാർക്കും യഹസ്കേലിനും വെളിപ്പെട്ട തേജസ്, സമാഗമന കൂടാരത്തിന്റെ അതിപരിശുദ്ധ സ്ഥലത്ത് കെരൂബുകളുടെ നടുവിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ തേജസ്,
മോശ കാണാൻ ആഗ്രഹിച്ചിട്ടും കാണാൻ കഴിയാതെ പോയ ദൈവത്തിന്റെ തേജസ്, സ്തോത്രം, നമ്മുടെ തേജസ്സിനായി മുൻനിമിച്ചവനാകുന്ന ക്രിസ്തുവിനെ നമ്മുടെ ഇടയിലേക്ക് അയച്ചപ്പോൾ ലോകത്തിന്റെ പ്രഭുക്കന്മാര് അറിയാതെ പോയ ദൈവത്തിന്റെ തേജസ് ഇന്ന് പകൽ മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നു. രമന ഹജന രമന സൈഥ. യെസ്, എത്ര പേർക്ക് സ്വതന്ത്രം ചെയ്യാൻ പറ്റും? ദൈവമക്കളെ, വിഷയം വലുതാ കേട്ടോ. ഇന്ന് പകൽ ആ ഗൗരവത്തിൽ വേണം ഈ ദൂതനോട് അടുക്കാൻ. മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു എൻ്റെ ഉള്ളിൽ. ദൂതന്മാർ ഇന്ന് പകൽക്കാലം നമ്മുടെ ആരാധന കുഞ്ഞു നോക്കിയ എത്രയോ അവൻ കോടി കോടി വില വരുന്ന നവരത്നങ്ങൾ കൊണ്ടാക്കിയ ദൂതന്മാർ ഇന്ന് പകൽ മണ്ണ് കൊണ്ടുണ്ടാക്കിയ നിസാരപ്പെട്ട ചാണകം മെഴുകിയ തറയിൽ ഓടിട്ട വീട്ടിൽ താമസിക്കുന്ന പ്രായമായ പല്ലുകൊഴിഞ്ഞ വിദ്യാഭ്യാസമില്ലാത്ത നമ്മുടെ എല്ലാം ആരാധന കുഞ്ഞു നോക്കിയ ഇന്ന് പകൽ ദൂതന്മാര് കുഞ്ഞു നോക്കാൻ കാരണം എന്താണെന്നറിയാമോ? അവർക്കില്ലാത്തൊരു തേജസ് എൻ്റെ ഉള്ളിൽ. കേറി വന്നാട്ടെ ദൈവമക്കൾ, അവർക്കില്ലാത്തൊരു തേജസ് നിങ്ങളുടെ ഉള്ളിൽ. ഇന്ന് പകൽ ചേർന്ന് പറഞ്ഞാട്ടെ, ആ തേജസ് എന്താണെന്ന് മനസ്സിലായോ? മഹത്വത്തിന്റെ പ്രത്യാശയാകുന്ന ക്രിസ്തു നിങ്ങളുടെ ഉള്ളിൽ. ഷുഡ രമന ഹന്തര ജമന. ഇന്ന് പകൽക്കാലം ഭൂതം വിട്ടുമാറുന്നത് നിന്റെ പേഴ്സണാലിറ്റി കണ്ടുകൊണ്ടല്ല, വിദ്യാഭ്യാസത്തിന്റെ സർട്ടിഫിക്കറ്റ് കണ്ടുകൊണ്ടല്ല, നിന്റെ അകത്ത് വെളിപ്പെടുന്ന തേജസ് കണ്ടുകൊണ്ടാ. ഷുഡ രമന ഹഞ്ചര ധുമന ഔഷ രമന ഹഞ്ചര ധിമന. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ ചേർന്ന് അല്പനിമിഷം ആരാധിക്കാൻ പോകുക. ഈ തേജസ് വേണ്ടിയ ദൈവമൈതാൽ. ഓ ശാധാരാബാര ജൂഡാരാമന സംധരാധന സിയാരാധന. നിർത്താൻ പോകുകയാണെങ്കിലും ഈ മർമ്മം നിങ്ങളുടെ മനസ്സിലേക്ക് കയറണം. രാത്രി യോഗത്തിൽ കടന്നു വരുമ്പോൾ രണ്ടാമത്തെ ഭാഗം ഞാൻ പ്രസംഗിക്കാൻ പോവുക. ഹല്ലേലൂയ. മോശയ്ക്ക് പർവ്വതത്തിൽ വെളിപ്പെട്ട തീയ് 70 മൂപ്പന്മാരും എഗസ്കേലും കണ്ട ദൈവത്തിന്റെ തേജസ്സിന്റെ സാന്നിധ്യം, കെരൂബുകളുടെ നടുവിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം മോശ കാണാൻ ആഗ്രഹിച്ചിട്ട് യോഹന്നാൻ 1:1 ഒന്നുകൂടെ വായിച്ചുകൊണ്ട് പുസ്തകം മടക്കിക്കാട്ടെ. 1 യോഹന്നാൻ 1:1 വായിച്ചേ. ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും. സ്തോത്രം പറയാൻ പറ്റുമോ? സ്തോത്രം പറയാൻ പറ്റുമോ? തേജസ് അനുഭവിക്കുന്ന ഒരു തലമുറയുണ്ട്. അത് ഈ തലമുറയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയുന്നു, പ്രാകാരത്തിൽ വന്ന് യാഗപീഠത്തിന്റെ മഹത്വം കണ്ട് ഇറങ്ങിപ്പോകാനല്ല, ആ തേജസ് തൊടുവാൻ, ആ തേജസ് കാണാൻ, ആ തേജസ് രുചിച്ചറിയുവാൻ. എത്ര പേര് ഇന്ന് പകൽക്കാലം തയ്യാറാണ്? ഇന്ന് പകൽക്കാലം അടുത്ത തേജസ് നമ്മുടെ മേൽ വെളിപ്പെടട്ടെ. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കാം. എല്ലാവരും ചേർന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ആ തേജസ് വേണ്ടിയ ദൈവമക്കൾ ഇന്ന് പകൽ സ്തോത്രം ചെയ്തോണം. ആ മഹത്വത്തിന് പ്രത്യാശയാകുന്ന ക്രിസ്തു, ആ തേജസ് ഇന്ന് പകൽ നിങ്ങളുടെ ഉള്ളിലാണ്. ഇതുവരെയും നമ്മൾ എല്ലാവരും ഇരിക്കുകയായിരുന്നല്ലോ. ദയവായിട്ട് ചില നിമിഷങ്ങൾ എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കുക. ആരും പോകരുത്. സ്തോത്രം. ചില മിനിറ്റുകൾക്കകത്ത് ഈ സ്തോത്രം യോഗം ആശീർവാദം പറയും. പക്ഷേ ഇന്ന് പകൽക്കാലം തേജസ് വേണ്ടി എത്ര പ്രിയപ്പെട്ടവരുണ്ട്. യോഗം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെ കണ്ണുകൊണ്ട് കാണുവാൻ, കൈകൊണ്ട് തൊടുവാൻ, അനുഭവിച്ചറിയുവാൻ ഈ മീറ്റിംഗ് കാരണമായി തീരണം. ദൈവത്തിന്റെ ജനമേ,
റമനഹസ്യ. ബന്ധനം അഴിയാനോ രോഗം മാറാനോ അല്ല ഈ സെക്ഷൻ ദൈവമക്കൾ മാറ്റേണ്ടുന്നത്. ആ തേജസ് ഒന്ന് അനുഭവിച്ചറിയാനാണ്. ആ ക്രിസ്തു നിന്റെ ഉള്ളിലിരിക്കുക. ഇന്ന് പകൽ നീ പോരാടേണ്ട നിന്റെ അകത്തിരിക്കുന്ന ക്രിസ്തു, ആ തേജസ് ഇന്ന് പകൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന മണ്ഡലത്തെ ഇന്ന് പകൽ തൊട്ടോളും. ദൈവമക്കൾ തേജസ് അനുഭവിച്ചറിയാൻ ഏൽപ്പിച്ചു കൊടുത്താട്ടെ. വൈജുനി വിഖാന ഹസ്ത ജഗാസിയാന. യെസ് യെസ് യെസ്. യോഗം കഴിഞ്ഞ് നീ തനികല്ല പോകുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ വരാൻ പോകുക. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ജനത്തെ മുൻപോട്ട് വിടാതെ ഒതുക്കി വച്ച എല്ലാ പട്ടണത്തിന്റെ മേധാവിത്വ ശക്തികൾ, പൈശാചിക മണ്ഡലങ്ങൾ യേശുവിന്റെ നാമത്തിൽ അതിരുകൾ വിട്ടുമാറട്ടെ. പിടിച്ചു നിർത്താൻ കഴിയാത്ത ദൈവ സാന്നിധ്യം. ഓ ഷഖാനാബാസേ റഖാനാബാ ഷാതാരാബാനാ സാംധാരാബാബാ ഓ റുഖാമാനാ സാംധാരാബാബാ ഷാതുരാബാബാബാ. യെസ് 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 യെസ്. ഹുറാഖാമാനാ സാംധുരാബാബാ ഷൈതുരാ ജഗസി. ആ തേജസ്സിന്റെ മണ്ഡലത്തിലേക്ക് ജനത്തെ കൊണ്ടുപോകാൻ തടസ്സമായി അന്തരീക്ഷ മണ്ഡലത്തിന്മേൽ വ്യാപിച്ചിരിക്കുന്ന മുൻവിധിയുടെ ശക്തികൾ, പാരമ്പര്യ ബന്ധനങ്ങൾ, ദേശത്തിന്റെ പോരുകൾ യേശുവിൻ നാമത്തിൽ പൊട്ടി മാറട്ടെ. ശഖ റബര ഹത്തന ധമന റമന. ഓ ജീസസ്. Shuta Ramana Hamdara Durabara Hamdana Dalababa Shaduna Ramana Hamdara Dana Ramana Samdha Vetura Kamana Satura Baba Shabda Juta Ramana Samthara Baba Siathia Janate Yama Torate Parishutha Mame Janate Yodo Torate Yella Mudanipigal Marate. Yes, 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 yes. Ura kabara dulkamana shamthara dana dana Raisha kanaba samthara baba shatura baba baba Hamdura delkamana hastajana ba shamdan Hudhara kamana samthara baba shabtanasiya. പ്രിയപ്പെട്ടവരെ, സമാഗമന കൂടാരത്തിൽ സാധനങ്ങൾ വഹിക്കാൻ ഒത്തിരി പേരുണ്ട്. യാഗപീഠം ചുമക്കാനും
താമരത്തൊട്ടി കവരവിളക്കം ചുമക്കാൻ സാധനം വഹിക്കാൻ ഒത്തിരി പേരുണ്ട്, എന്നാൽ സാന്നിധ്യം വഹിക്കാൻ ചെല്ലുണ്ട്. ഇന്ന് പകൽ ദൈവം നിന്നെ ഇവിടെ കൊണ്ടുവന്നത് സാധനം വഹിക്കാനല്ല, അവിടുത്തെ സാന്നിധ്യം വഹിക്കാനാ. സമയം നഷ്ടപ്പെടുത്തല്ലേ, സമയം നഷ്ടപ്പെടുത്തല്ലേ. നീ ചിലതിനൊക്കെ എൻഗേജ് ആയി ഇന്ന് പകൽ സമയം കളയാനല്ല, തേജസ് വഹിക്കാൻ. യേശുവിന്റെ നാമത്തിൽ ജനത്തിന് അടുത്ത ലെവലിലേക്കൊന്ന് കയറാൻ കഴിയാതെ അവരെ ശരീരത്തിലും മനസ്സിലും ബന്ധിച്ചൊതുക്കിയ ദേശത്തിന്റെ ആധിപത്യങ്ങളോട് നസയന്റെ നാമത്തിൽ കൽപ്പിക്കുക, വഴി വിട്ടുമാറാൻ. രോഗിക സൗഖ്യമാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഇവിടെ സ്തോത്രം ചെയ്യുമ്പോൾ, ദൈവജനം ആരാധിക്കുമ്പോൾ, വർഷങ്ങളായി ചില ശരീരത്തെ പിടിച്ചൊതുക്കി വെച്ച രോഗാത്മാവെ യേശുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ കൽപ്പിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, ദൈവകരങ്ങളിലേക്ക് ഒരു നിമിഷം കൂടെ ഏൽപ്പിക്കാം. ഇന്ന് പകൽക്കാലം നാം കേൾക്കപ്പെട്ടതുപോലെ ദൈവത്തിന്റെ തേജസ് മോശ കണ്ടത് ആമേൻ തീ പോലെയാണെങ്കിൽ, ആമേൻ എഗസ്കേൽ കണ്ട ദൈവത്തിന്റെ തേജസ്, ആമേൻ പുതിയ നിയമത്തിൽ ദൈവത്തിന്റെ പൈതലേ അവൻ നിന്റെ ഉള്ളിൽ വാസം ചെയ്യുകയാ. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ശക്തമായിട്ട് ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ സ്തോത്രം, എന്നെ ശക്തിയോടെ എന്നെ ബലത്തോടെ അവൻ പിന്നെയും അഭിഷേകം ചെയ്യണമേ എന്ന് ഒരു നിമിഷം ദൈവത്തോടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ചാട്ട്, എല്ലാ കണ്ണുകളും അടച്ചാട്ട് ആത്മാർത്ഥമായിട്ടൊന്ന് പ്രാർത്ഥിച്ചാട്ട്, കർത്താവേ ആമേൻ സ്തോത്രം, ഇത് പോരെ കർത്താവേ, ആമേൻ എന്നെ പിന്നെയും ശക്തിയോടെ ശക്തിയോടെ അഭിഷേകം ചെയ്യണമെന്ന് ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചാട്ട്, ആ സ്വർഗീയ അഗ്നി എന്റെ മേലൊന്ന് കത്തിക്കണമേ, ആ സ്വർഗീയമായ സാന്നിധ്യം എന്റെ മേൽ ഇറങ്ങണമേ കർത്താവേ എന്ന് ആത്മാർത്ഥമായി നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്വർഗം ഇന്ന് പകൽക്കാലം നമ്മെ ശക്തിപ്പെടുത്തിയല്ലോ, സ്വർഗം ഇന്ന് പകൽക്കാലം നമ്മെ ബലപ്പെടുത്തിയല്ലോ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായി നമുക്ക് സമർപ്പിച്ചു കൊടുക്കുക. ഹല്ലേലൂയ. ഈ പകൽക്കാലം കർത്താവിന്റെ അഭിഷേകത്തിലൂടെ ആഴമേറിയ ദൈവിക ദൂത് ദൈവം വെളിപ്പെടുത്തിയല്ലോ. ഒരു നിമിഷം കർത്തൃദാസനെ ഓർത്തോട് പ്രാർത്ഥിക്കാം. വൈകുന്നേരവും ദൈവം മൂർച്ചയുള്ള ആയുധമായിട്ട് നമ്മുടെ മധ്യം നിർത്തുവാൻ നമുക്ക് ദൈവത്തോട് നിമിഷം പ്രാർത്ഥിക്കാം. എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവം അനുഗ്രഹിപ്പാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിന് വലിയ സാന്നിധ്യം പിന്നെയും നമ്മുടെ മേൽ വ്യാപരിപ്പാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഹല്ലേലൂയ കർത്താവിന്റെ വിളിയരുദാസൻ പാസ്റ്റർ ജോൺ ശശി മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഈ മീറ്റിംഗോട് അവസാനിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹമേറിയ സമയത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഉപവാസ പ്രാർത്ഥനയുടെ 13ാമത്തെ പൽക്കാലം ഇത്രത്തോളം ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളോട് ഇടപെട്ട് സംസാരിച്ച ദൈവകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, മോശകൽ കണ്ടതിനപ്പുറമായുള്ള ദൈവത്തിൻ്റെ തേജസ് ഞങ്ങളുടെ മേൽ പകർന്ന കർത്താവേ, ആ തേജസ്സും ദൈവത്തിൻ്റെ മഹത്വം കണ്ട് ഹല്ലേലൂയ സ്തോത്രം മുന്നോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം ഞങ്ങളെ സഹായിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന അധികാരത്തിൻ്റെ ശുശ്രൂഷ ഇന്ന് പിൽക്കാലം തൻ്റെ ദാസനും കൂടി കേൾപ്പിച്ചല്ലോ കർത്താവ്. ഈ നേരത്തെ യോഗത്തെ ദൈവം ധാരാളമായ ശക്തിയോടെ കരങ്ങളിലെടുത്ത് ഉപയോഗിപ്പാ ദൈവത്തോട് ഞങ്ങൾ യാചിക്കുന്നു. കർത്താവ് വസിക്കുന്നതിൻ്റെ കുഞ്ഞുങ്ങളെല്ലാം ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ദൈവകൃപയ്ക്കായി നന്ദിയുടെ സ്തോത്രം. ഇന്ന് പിൽക്കാലം എല്ലാവരുടെ ആവശ്യത്തിന്മേൽ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടതിനായി സ്തോത്രം. ദേശത്തിൻ്റെ പോരുകളെ ദൈവാത്മാവ് ഹല്ലേലൂയ, വ്യക്തിയുടെ എല്ലാ പോരുകളെയും തടസ്സങ്ങളെ ദൈവാത്മാവ് ശാസിച്ച് തൻ്റെ ജനം വിശുദ്ധിയോടെ നിർമ്മലയോടെ നിൽക്കുവാൻ സ്വർഗത്തിലെ ദൈവം സഹായിക്കുന്ന എല്ലാ കൃപകൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ആത്മീയമായ എല്ലാ അനുഗ്രഹങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം. എല്ലാ പ്രതികൂലങ്ങളെ ഇന്ന് പിൽക്കാലം മാറ്റിയതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, തിരു സാന്നിധ്യം എപ്പോഴും ഞങ്ങളോടുകൂടെ ഇരുന്ന ആലോചനയിൽ വലിയവനും പ്രവൃത്തി ശക്തിവനും ജ്ഞാനത്തിൽ ഉത്കൃഷ്ടനായ കർത്താവ് ഞങ്ങൾക്ക് വേണ്ട ആലോചന പറഞ്ഞു നടത്തുന്ന എല്ലാ ദൈവങ്ങൾക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്ന ഏത് സമയത്തും ദൈവത്തിൻ്റെ കൃപാസനത്തിൻ്റെ അടുത്തേക്ക് കടന്നു വരുവാൻ സ്വർഗം ദേഹമെന്ന തിരശ്ശീല ഞങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ട പുതുവഴിയിലേക്ക് ഞങ്ങൾ കടന്നു വരുവാൻ അപ്പാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്തിൻ്റെ ആത്മാവ് തന്ന് നടത്തുവാൻ കഴിവുള്ള ശക്തനായ ദൈവം ഇന്ന് പിൽക്കാലം ഞങ്ങളുടെ മധ്യത്തിൽ നടകൊള്ളുന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. എല്ലാ നാമത്തിലും മേലായ നാമം നിന്നിൽ കൂടി വെളിപ്പെടട്ടെ. സമ്പൂർണ്ണമായി ഞങ്ങളെ താഴ്ത്തിക്കരകൾ ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. വൈകുന്നേരത്തെ യോഗത്തെ ദൈവം അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്താട്ടെ. മഹത്വം തിരുമേനിയെടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ.